പാർലമെന്റ് പാർലമെന്റ് ആർട്ടിക്കിൾ 79 മുതൽ 122 വരെയാണ് എന്തിനെ കുറിച്ച് പരാമർശമുള്ളത്? ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പരാമർശമുള്ളത്. ഇന്ത്യൻ ഭരണഘടനയില് ആർട്ടിക്കിൾ 79 മുതൽ 122 വരെ ഭാഗം 5 ഇതില് പാർലമെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ്, ബ്രിട്ടീഷ് പാർലമെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് വെസ്റ്റ് മിനിസ്റ്റർ പാലസ്. അതേ മോഡല് നമ്മൾ എടുത്തു കാരണം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നു. വെസ്റ്റ് മിനിസ്റ്റർ മോഡൽ ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നു. ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ആർട്ടിക്കിൾ 79 മുതൽ 122 വരെ. അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഓഫ് പാർലമെന്റ്. എന്താണ് പാർലമെന്റ്? ആർട്ടിക്കിൾ 79 പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് എന്നാൽ പ്രസിഡന്റ്, അതുപോലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ മറ്റൊരു പേരാണ് അപ്പർ ഹൗസ് അല്ലെങ്കിൽ ഉപരിസഭ അല്ലെങ്കിൽ രാജ്യസഭ. രാജ്യം എന്ന വാക്കിനർത്ഥം, എന്ന ഹിന്ദി വാക്കിനർത്ഥം സംസ്ഥാനം എന്നാണ്, സ്റ്റേറ്റ് എന്നാണ്. അതുകൊണ്ടാണ് അതിന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന സഭയെ രാജ്യസഭ എന്ന പേരിലും വിളിക്കുന്നത്. അപ്പൊ പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അതേപോലെ മൂന്നാമത്തെ ഘടകം ദ ഹൗസ് ഓഫ് ദ പീപ്പിളെ ലോക് എന്നാണ് പറയുക. അതുകൊണ്ട് അതിനെ ലോക്സഭ അല്ലെങ്കിൽ ലോവർ ഹൗസ്, അധോസഭ എന്നീ പേരുകളിലും അറിയപ്പെടും. അപ്പൊ A+B+C 3 ഘടകങ്ങൾ കൂടിച്ചേർന്നാണ് പാർലമെന്റ്. ഏതൊക്കെയാണ്? പ്രസിഡന്റ്, അതേപോലെ രാജ്യസഭ, അതേപോലെ ലോക്സഭ. ആർട്ടിക്കിൾ 79 ഡെഫനിഷൻ ഓഫ് പാർലമെന്റ് പറയുന്നു. ആർട്ടിക്കിൾ 80 രാജ്യസഭയെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 81 ലോക്സഭയെ കുറിച്ച് പറയുന്നു. 1954 കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ബ്രിട്ടീഷ് നെയിം അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് നെയിമിന് ഹിന്ദിവൽക്കരിക്കുകയാണ്. അങ്ങനെ അതിന് രാജ്യസഭ എന്ന പേര് നൽകുകയാണ്. അതേപോലെ ഹൗസ് ഓഫ് ദ പീപ്പിളിന് ലോക്സഭ എന്ന പേരും നൽകി. ഇത് ഹിന്ദി നെയിമാണ്. രാജ്യസഭ സംസ്ഥാനങ്ങളെയും ലോക്സഭ ഇന്ത്യയെ തന്നെയും പ്രതിനിധീകരിക്കുന്നു. രാജ്യസഭ സംസ്ഥാനങ്ങളെയും ലോക്സഭ ഇന്ത്യയെ തന്നെയും പ്രതിനിധീകരിക്കുന്നു. ഇപ്പൊ 2 സഭകളുണ്ട്. ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുകയും പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്യണം. പ്രസിഡന്റ് ഇൻ പാർലമെന്റ് സിസ്റ്റമാണ്. പ്രസിഡന്റ് MP അല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഒരു ബില്ല് ആക്ട് ആവുകയില്ല. എങ്ങനെയാണോ ക്രൗൺ ഇൻ പാർലമെന്റ് ബ്രിട്ടനില്, അതേപോലെ ഇന്ത്യയില് പ്രസിഡന്റ് ഇൻ പാർലമെന്റ്. ശ്രദ്ധിക്കുക, ഇതിനെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്നാണ് പറയുക. അതായത് രണ്ട് വിഭാഗമുണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഇത് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. നോക്കുക, പ്രസിഡന്റ് ഇരു സഭകളിലും അംഗമല്ല, സഭാ മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല, പക്ഷെ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്, ഇന്റഗ്രൽ പാർട്ടാണ്. ഒരു ബില്ല് പാസ്സാക്കിയാൽ പ്രസിഡന്റ് ഒപ്പുവെച്ചാലേ അതെന്താവൂ? നിയമമാവൂ. പ്രസിഡന്റ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു, പ്രൊറോഗ് ചെയ്യുന്നു. എന്താണ് അതൊക്കെ പറഞ്ഞുതരാം. പ്രൊറോഗ് എന്താണെന്ന്. പ്രൊറോഗ് ചെയ്യുന്നു, ലോക്സഭ പിരിച്ചുവിടുന്നു. രാജ്യസഭ പിരിച്ചുവിടാൻ പറ്റില്ല, അത് സ്ഥിരം സഭയാണ്. പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിൽ അഡ്രസ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 123 പ്രകാരം ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതും പ്രസിഡന്റ് ആണ്. ഒന്നുകൂടെ പറയാ, പ്രസിഡന്റ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു, ലോക്സഭ പിരിച്ചുവിടുന്നു, പ്രൊറോഗ് ചെയ്യുന്നു, പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിൽ അഡ്രസ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 123 പ്രകാരം ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതും ആരാണ്? പ്രസിഡന്റ് ആണ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. സഭാംഗമല്ലാതിരുന്നിട്ടും സഭാ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഒരു വ്യക്തിയാണ് ആര്? അറ്റോർണി ജനറൽ. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ. അദ്ദേഹം MP അല്ല, പക്ഷെ സഭാ മീറ്റിംഗിൽ എന്ത് ചെയ്യാം? പങ്കെടുക്കാം. ഇനി എങ്ങനെയാണ് അമേരിക്കൻ പാർലമെന്റ്? നോക്കുക, അമേരിക്കയിൽ കോൺഗ്രസ് എന്നാണ് പറയുക നിയമനിർമ്മാണ സഭയെ. 2 എണ്ണം കൂടി ചേർന്നതാണ്. ഒന്ന് സെനറ്റ്, വേറൊന്ന് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്. ഈ സെനറ്റ് എന്ന് പറയുന്നത് അപ്പർ ഹൗസ് ആണ്. ഈ സെനറ്റാണ് അവിടെ പ്രധാനം, അപ്പർ ഹൗസ് ആണ് അവിടെ പ്രധാനം. ഇന്ത്യയിൽ അങ്ങനെയല്ല, ഇന്ത്യയിൽ ലോവർ ഹൗസ് ആണ് പ്രാധാന്യം കൂടുതലുള്ളത്. ഇപ്പൊ സെനറ്റില് 50x2, അമേരിക്കയിൽ 50 സംസ്ഥാനമാണെന്ന് അറിയാലോ. അമേരിക്കൻ ഫ്ലാഗ് ഓൾഡ് ഗ്ലോറിയിൽ 50 ഫ്ലാഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഓരോ ഫ്ലാഗും ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ 50x2
ഒരു സംസ്ഥാനത്തിൽ നിന്ന് 2 സെനറ്റേഴ്സാണ് അങ്ങോട്ട് പോവുക. അപ്പം 100 അംഗങ്ങളാണ് സെനറ്റിൽ ഉണ്ടാവുക. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. കേരളത്തിന് 9 രാജ്യസഭാ അംഗങ്ങളാണ് ഉള്ളത്, നിങ്ങൾക്കറിയാം. യു പിയിൽ നിന്ന് 31 പേരാണ്. ജനസംഖ്യക്കനുസരിച്ച് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ രാജ്യസഭയിലെ അംഗങ്ങൾ വ്യത്യാസം വരും. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. എത്ര ജനസംഖ്യ ഉണ്ടെങ്കിലും കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് 2 ആൾക്കാരാണ് അവരുടെ രാജ്യസഭ എന്നറിയപ്പെടുന്ന സെനറ്റിലേക്ക് പോവുകയുള്ളൂ. ഇനി നോക്കുക, ബ്രിട്ടീഷ് പാർലമെന്റ്. എങ്ങനെയാണ് ബ്രിട്ടീഷ് പാർലമെന്റ്? ഹൗസ് ഓഫ് ലോർഡ്സ്, ഹൗസ് ഓഫ് കോമൺസ്, പ്രഭുസഭ എന്ന് പറയും. പ്രഭുസഭ എന്ന് പറയും ഹൗസ് ഓഫ് ലോർഡ്സ്. അതാണ് അവിടുത്തെ അപ്പർ ഹൗസ്. ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുമ്പോൾ ലോവർ ഹൗസ്. ഈ അപ്പർ ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ ഉപരിസഭ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സംസ്ഥാനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ലോവർ ഹൗസ് എന്ന് പറയുമ്പം ഒട്ടാകെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബ്രിട്ടനിലെ ശ്രദ്ധിച്ചേക്കണേ, ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺസിൽ മെമ്പർ ആണെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി ആവാൻ പറ്റുള്ളൂ. അതായത് അവിടുത്തെ ലോവർ ഹൗസിൽ മെമ്പർ ആണെങ്കിൽ മാത്രമാണ് പ്രധാനമന്ത്രി ആവാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ രാജ്യസഭാ അംഗത്തിനും പ്രധാനമന്ത്രി ആവാം, ലോക്സഭാ അംഗത്തിനും പ്രധാനമന്ത്രി ആവാം. രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആര്? ഇന്ദിരാഗാന്ധി. പിന്നീട് HD ദേവഗൌഡ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മൻമോഹൻ സിംഗ് ആയിട്ടുണ്ട്. ഇപ്പൊ ശ്രദ്ധിക്കുക, രാജ്യസഭാ അംഗമായിരിക്കെയും ഇന്ത്യയിൽ എന്താവാം? പ്രധാനമന്ത്രിയാവാം. അങ്ങനെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആര്? ഇന്ദിരാഗാന്ധി. ശ്രദ്ധിക്കുക, ബ്രിട്ടനില് ലോവർ ഹൗസിൽ ഉൾപ്പെട്ട MP മാത്രമേ പ്രധാനമന്ത്രിയാവാൻ സാധിക്കൂ. ഇന്ത്യയിൽ എങ്ങനെ വേർതിരിവില്ല. ഇനി ആദ്യം നമുക്ക് രാജ്യസഭ നോക്കാം അല്ലെ. ആർട്ടിക്കിൾ 80, കോമ്പോസിഷൻ ഓഫ് ദ ഹൗസസ്. രാജ്യസഭയിൽ 238 പ്ലസ് 12 ആണ്. 238 തിരഞ്ഞെടുക്കപ്പെടുന്നത്, 12 നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മാക്സിമം സ്ട്രെങ്ത് 250 ആണ്. അതായത് 250 പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റും മാക്സിമം. പക്ഷേ ഇന്ത്യ, ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ രാജ്യസഭ അങ്ങനെ 250 പേരെ തിരഞ്ഞെടുക്കുന്നില്ല. നിലവില് 229 പ്ലസ് 4 പ്ലസ് 12. ഈ 229 എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിൽ നിന്ന് അയക്കുന്ന, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അയക്കുന്ന രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണവും, 4 എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് അയക്കുന്നവരും, 12 എന്ന് പറയുന്നത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാം കൂടി ചേർന്ന് എത്രയായി? 245 പേരാണ് അവിടെ ഉള്ളൂ. അതായത് 250 മാക്സിമം സ്ട്രെങ്ത് ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് 245 പേരാണ്. അതിന്റെ അർത്ഥം 5 സീറ്റ് വേക്കന്റ് ആണെന്നല്ല. 5 സീറ്റ് വേക്കന്റ് ആണെന്നല്ല, 245 പേരെ നമ്മൾ അങ്ങോട്ട് അയക്കുന്നുള്ളൂ നിലവിൽ എന്നാണ് അതിന്റെ അർത്ഥം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ശ്രദ്ധിക്കുക, രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. പക്ഷേ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. 4-ാം പട്ടിക പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയിലെ 4-ാമത്തെ ഷെഡ്യൂൾ പ്രകാരം ഓരോ സംസ്ഥാനങ്ങളും എത്ര രാജ്യസഭാ അംഗങ്ങളെ അയക്കണമെന്ന് പറയുന്നു. നിയമസഭകളിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് പ്രകാരം MP-മാരെ തിരഞ്ഞെടുക്കുന്നു. അതായത് നിയമസഭകളാണ് രാജ്യസഭാ MP-മാരെ തിരഞ്ഞെടുക്കുക. വോട്ടിംഗ് സമ്പ്രദായം മാർക്ക് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്, പ്രസിഡന്റിനെ കുറിച്ചുള്ള ചാപ്റ്ററിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നില്ല. അപ്പോൾ വോട്ടിംഗ് സമ്പ്രദായം ജസ്റ്റ് മാർക്ക് ചെയ്യുക. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. കലാ, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം, ഏതൊക്കെയാണ്? കലാ, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം, ഇവയിൽ നിന്നാണ് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. ഇതൊരു സ്ഥിരം സഭയാണ്. ശ്രദ്ധിക്കുക, 250 മാക്സിമം സ്ട്രെങ്ത്, പക്ഷേ 245 പേരെ അയക്കുന്നുള്ളൂ. 6 വർഷമാണ് കാലാവധി. 4-ാമത്തെ പട്ടിക പ്രകാരമാണ് സംസ്ഥാനങ്ങൾ എത്ര അയക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് പ്രകാരം നിയമസഭകളിൽ ആരെ തിരഞ്ഞെടുക്കും? MP-മാരെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് അയക്കുന്നു. ഇനി ലോക്സഭയുടെ കോമ്പോസിഷൻ എങ്ങനെയാണ്? 530 പ്ലസ് 20, ആ 2 ആംഗ്ലോ ഇന്ത്യൻ എന്നുള്ളത് 104-ാം ഭരണഘടനാ ഭേദഗതി 2019 പ്രകാരം ഒഴിവാക്കി. അതായത് 2 ആംഗ്ലോ ഇന്ത്യനെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത് അതിപ്പോൾ ഇല്ല. 530 പ്ലസ് 20 550 മാക്സിമം സ്ട്രെങ്ത് ആണ്. പക്ഷെ ഇപ്പോൾ 530 പ്ലസ് 13 543 പേരേ ഉള്ളൂ. ആദ്യം 2 ആംഗ്ലോ ഇന്ത്യനെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത് പതിവായിരുന്നു.
104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ആ പതിവ് അവസാനിച്ചു. ലോക്സഭയിൽ റിസർവേഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. SC സീറ്റുകൾ 84, ST വിഭാഗത്തിന്റെ സീറ്റുകൾ 47. ഒന്നുകൂടെ പറയാ, SC വിഭാഗത്തിന്റെ സീറ്റ് 84, ST വിഭാഗത്തിന്റെ സീറ്റ് 47. ശ്രദ്ധിക്കുക, രാജ്യസഭയിൽ റിസർവേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് വരും, തെറ്റാണ്. ആകെ റിസർവേഷൻ ഉള്ളത് എവിടെ മാത്രമാണ്? ലോക്സഭയിൽ മാത്രമേ റിസർവേഷൻ ഉള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോക്സഭയിൽ റിസർവേഷനും രാജ്യസഭയിൽ നോമിനേഷനും. അടുത്തത്, ലോക്സഭയിൽ എങ്ങനെയാണ്, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് SC ST റിസർവേഷൻ ഉള്ളത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യുക. ആർട്ടിക്കിൾ 330 പ്രകാരമാണ് റിസർവേഷൻ ഉള്ളത്. സംവരണം ഉള്ളത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 330. ആർക്ക് മാത്രമേ ഉള്ളൂ? SC ST വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. രാജ്യസഭയിൽ റിസർവേഷൻ ഇല്ല. ഇനി എങ്ങനെയാണ് ഇലക്ഷൻ, അതായത് ലോക്സഭയിൽ എങ്ങനെ ഇലക്ഷൻ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യുക. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, FPTP. അതായത് 10 പേര് ഇലക്ഷൻ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ പോയിട്ട് വോട്ട് ചെയ്യണം. ലോക്സഭ ഇലക്ഷന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ എന്ത് ചെയ്യുന്നു? ജയിക്കുന്നു. ഇതാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു, രാജ്യസഭയിലെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് 10 പേര് നിൽക്കുകയാണെങ്കിൽ ആർക്കാണോ 50% കൂടുതൽ വോട്ടുള്ളത് അയാളെ പാസ്സാവുകയുള്ളൂ. അല്ലാതെ ഏറ്റവും കൂടുതൽ വോട്ട് എന്ന് പറഞ്ഞിട്ടല്ല, മിനിമം 50% കൂടുതൽ വേണം. ഇവിടെ അങ്ങനെ 50% കൂടുതൽ കിട്ടണമെന്നൊന്നുമില്ല. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആൾ എന്ത് ചെയ്തു? പാസ്സായി. എവിടെ? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആൾ വിജയിക്കുന്നു. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സമ്പ്രദായത്തിൽ പോൾ ചെയ്തതിന്റെ പകുതിയിൽ കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കണം. FPTP സമ്പ്രദായത്തിൽ അത് നിർബന്ധമില്ല. അടുത്തത്, ആർട്ടിക്കിൾ 325. 324 നിങ്ങൾക്ക് അറിയാലോ, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. 325 പ്രകാരം മതം, ജാതി, ഗോത്രം, ലിംഗം, മതം, ജാതി, ഗോത്രം, ലിംഗം, ഇതിന്റെ പേരിൽ ആരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കരുത്, ഡിസ്ക്രിമിനേഷൻ ചെയ്യരുത് എന്നാണ് ആർട്ടിക്കിൾ 325 പറയുന്നത്. അടുത്ത 326, 18 വയസ്സിന് മുകളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എന്ത് ചെയ്യാം? FPTP വ്യവസ്ഥയിൽ വോട്ട് ചെയ്യാം. 61 ഭരണഘടനാ ഭേദഗതി 1988, രാജീവ് ഗാന്ധി. 61 ഭരണഘടനാ ഭേദഗതി 1988, രാജീവ് ഗാന്ധി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. അപ്പോൾ ഈ സമ്പ്രദായത്തെ, അതായത് ആർട്ടിക്കിൾ 326 പ്രകാരം 18 വയസ്സിന് മുകളിലുള്ള ആർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന സമ്പ്രദായത്തെ പറയുന്ന പേരാണ് സാർവത്രിക വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. അടുത്തത് ശ്രദ്ധിക്കുക, ഡ്യൂറേഷൻ. എത്രയാണ് രാജ്യസഭയുടെ കാലാവധി? ഇതൊരു സ്ഥിരം സഭയാണ്, കാലാവധി ഇല്ല. ജനപ്രാതിനിധ്യ നിയമം 1951, റെപ്രസെന്റേഷൻ ഓൺ ദ പീപ്പിൾ ആക്ട് പ്രകാരം രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. എത്ര തവണ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതായത് 6 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ അവർക്ക് നിൽക്കാം. 1/3 മെമ്പേഴ്സ് എല്ലാ 2 വർഷം കൂടുന്തോറും ഒഴിഞ്ഞു പോകും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ മൊത്തം 9 രാജ്യസഭാ MP-മാരാണ് ഉള്ളത്. ഓരോ 2 വർഷം കൂടുന്തോറും 3 പേര് വെച്ച് എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. അപ്പൊ 6ാമത്തെ വർഷം ഫസ്റ്റ് തിരഞ്ഞെടുത്ത 3 പേര് എന്ത് ചെയ്യും? അവരും ഒഴിഞ്ഞു പോകും. അടുത്തത് ലോക്സഭ. രാജ്യസഭ പോലെ സ്ഥിരം സഭയല്ല, സാധാരണ 5 വർഷമാണ് കാലാവധി. സാധാരണ കേട്ടോ. ഇതിനു മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഭൂരിപക്ഷമില്ലെങ്കിൽ, ലോക്സഭയിൽ ഭൂരിപക്ഷമില്ലെങ്കിൽ രാഷ്ട്രപതി പിരിച്ചുവിടും. ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത്, അതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞാണ്, 1 വർഷം നീട്ടിക്കൊടുക്കും. അപ്പോൾ 5 വർഷം നമ്മൾ സാധാരണ ഒരു അവസ്ഥയിൽ പറയുന്നതാണ്. ഇനി എന്താണ് MP-മാരുടെ ക്വാളിഫിക്കേഷൻസ്? ഭരണഘടന പറയുന്ന യോഗ്യത ഇപ്രകാരമാണ്: ഇന്ത്യൻ പൗരനായിരിക്കണം. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ആളുടെ മുന്നിൽ സത്യപ്രതിജ്ഞ എടുത്തിരിക്കണം. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തത്, അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ആളുടെ മുന്നിൽ സത്യപ്രതിജ്ഞ എടുത്തിരിക്കണം. മൂന്നാമത്തത്, രാജ്യസഭ MP ആണെങ്കിൽ 30 വയസ്സും ലോക്സഭ MP ആണെങ്കിൽ 25 വയസ്സും പൂർത്തിയായിരിക്കണം. രാജ്യസഭ MP ആണെങ്കിൽ 30 വയസ്സ്. അപ്പൊ രാജ്യസഭ MP-യുടെ മിനിമം പ്രായം 30, ലോക്സഭ MP ആണെങ്കിൽ 25. ലോക്സഭാ അംഗമായ ആർക്കും അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള ആർക്കും പ്രധാനമന്ത്രിയായിട്ട് നിൽക്കാവുന്നതാണ്. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മിനിമം പ്രായം എത്രയാണ്? 25. അടുത്തത്,
നാലാമത്തെ ക്വാളിഫിക്കേഷൻ, പാർലമെന്റ് പറയുന്ന ഏത് യോഗ്യതയും അല്ലെങ്കിൽ എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. ഒന്നുകൂടെ പറയാം, ഭരണഘടന പറയുന്ന 4 ക്വാളിഫിക്കേഷൻ: ഇന്ത്യൻ പൗരനായിരിക്കണം, അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നയാളുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കണം, രാജ്യസഭ MP ആവണമെങ്കിൽ 30 വയസ്സും ലോക്സഭ MP ആണെങ്കിൽ 25 വയസ്സും എന്ത് ചെയ്യണം, പൂർത്തിയായിരിക്കണം. പാർലമെന്റ് പറയുന്ന എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. ഇനി പാർലമെന്റ് എന്താണ് പറയുന്നത്? 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. അതേപോലെ തന്നെ SC/ST വിഭാഗങ്ങൾക്ക് റിസർവ് ചെയ്ത സീറ്റിൽ അവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. SC/ST വിഭാഗത്തിന് ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കാം. പാർലമെന്റ് പറയുന്ന 2 യോഗ്യതകൾ ഇതാണ്, അല്ലെങ്കിൽ 2 കാര്യങ്ങൾ ഇതാണ്: വോട്ടർ പട്ടികയിൽ പേരുണ്ടാവണം, SC/ST വിഭാഗങ്ങൾക്ക് റിസർവ് ചെയ്ത സീറ്റിൽ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. അതായത് SC/ST വിഭാഗത്തിന് റിസർവ് ചെയ്ത സീറ്റിൽ അവർക്ക് മാത്രം മത്സരിക്കാൻ പാടുള്ളൂ, ബാക്കി ഏത് സീറ്റിലും ജനറൽ സീറ്റിൽ SC/STക്ക് നിൽക്കാം. എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ? ഒരു MP അങ്ങനെ ഡിസ്ക്വാളിഫൈ ആവുക. ഭരണഘടന പറയുന്നത് മറ്റേതെങ്കിലും പദവി വഹിച്ചാൽ, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, പക്ഷെ മന്ത്രിയാവാം, പാർലമെന്റ് കമ്മിറ്റിയിലെ മെമ്പർ ആവാം, അല്ലെങ്കിൽ ചെയർമാൻ ആവാം, അതിനൊന്നും ഇതൊരു പ്രശ്നമല്ല. പക്ഷെ വേറെ ഏതെങ്കിലും ഓഫീസ് ഓഫ് പ്രോഫിറ്റ് വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ, അതേപോലെ തന്നെ അൺസൗണ്ട് മൈൻഡ്, ചിത്തഭ്രമം വന്നാൽ, അതേപോലെ തന്നെ കടത്തിൽ പെടുമ്പോൾ കൂടുതൽ അഴിമതി ചെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലോ, ഇന്ത്യൻ പൗരത്വം നഷ്ടമാവുമ്പോൾ പാർലമെന്റ് പറയുന്ന നിയമപ്രകാരം അയോഗ്യനായാൽ, ഭരണഘടന പറയുന്ന കാര്യങ്ങൾ ഇതാണ്: മറ്റേതെങ്കിലും പദവി വഹിച്ചാൽ ഡിസ്ക്വാളിഫൈ ആവും, അൺസൗണ്ട് മൈൻഡ് വന്നാൽ ഡിസ്ക്വാളിഫൈ ആവും, കടത്തിൽ പെടുമ്പോൾ ഡിസ്ക്വാളിഫൈ ആവും, ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമ്പോൾ ഡിസ്ക്വാളിഫൈ ആവും. പാർലമെന്റ് പറയുന്ന നിയമപ്രകാരം അയോഗ്യനാണെങ്കിൽ. എന്താണ് പാർലമെന്റ് പറയുന്നത്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇലക്ഷനിൽ അഴിമതി നടത്തിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കറപ്റ്റ് പ്രാക്ടീസ് നടത്തിയാൽ, 2 അതിലധികമോ വർഷം, മാർക്ക് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 അതിലധികമോ വർഷം തടവ് ശിക്ഷ അനുഭവിച്ചാൽ, കരുതൽ തടവ് ഇതിന് ബാധകമല്ല, 2 അതിലധികമോ വർഷം തടവ് ശിക്ഷ അനുഭവിച്ചാൽ. അടുത്തത്, ഇലക്ഷന്റെ ചെലവ് സമർപ്പിച്ചില്ലെങ്കിൽ, ഇലക്ഷന് നിന്ന് ചെലവ് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ഗവൺമെന്റ് കോൺട്രാക്ട്, മറ്റ് ജോലികൾ എന്നിവയിൽ ഇടപെടരുത്. ഇനി ഒരുപാട് സംഭവമുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ, ഇതും ബാക്കി ഒരുപാട് കാര്യം ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ അദ്ദേഹം അയോഗ്യനാവും, സാധ്യതയല്ല, അയോഗ്യനാവും. അടുത്ത, ഒരു ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ MPയുടെ അയോഗ്യത തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണ്. മാർക്ക് ചെയ്യുക. നമ്മളൊക്കെ ലോക്സഭ MPയുടെ യോഗ്യത തീരുമാനിക്കുന്ന ആര് പറയുമ്പോൾ പെട്ടെന്ന് ലോക്സഭാ സ്പീക്കറിനൊക്കെ കയറി മാർക്ക് ചെയ്യില്ലേ? അങ്ങനെ ചെയ്യരുത്, മണ്ടത്തരമാണ്. ഒരു MPയുടെ അയോഗ്യത തീരുമാനിക്കുന്നത്, അത് ലോക്സഭ ആയിക്കോട്ടെ രാജ്യസഭ ആയിക്കോട്ടെ, തീരുമാനിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനമെടുക്കുന്നു. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ അയോഗ്യതയാവാം. അല്ലെങ്കിൽ വേറൊരു അയോഗ്യതയുണ്ട്, ശ്രദ്ധിക്കുക. കൂറുമാറ്റ നിയമപ്രകാരം പട്ടിക ഷെഡ്യൂൾ 10 52ാം ഭരണഘടനാ ഭേദഗതി 1988 രാജീവ് ഗാന്ധി 10ാമത്തെ പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുകയാണ് 52ാമത്തെ ഭരണഘടനാ ഭേദഗതിയില്. ഇതിൻ പ്രകാരം ഈ 4 കാര്യങ്ങൾ ചെയ്താൽ അയോഗ്യനാവും. അയോഗ്യത തീരുമാനിക്കുന്നത് ലോക്സഭ MP ആണെങ്കിൽ ലോക്സഭാ സ്പീക്കർ, രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭ ചെയർമാൻ. തെറ്റിക്കരുത്. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യത കൽപ്പിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ. ഇനി കൂറുമാറ്റ നിരോധന നിയമം കൊടുത്തിട്ടില്ല, വെറുതെ കൊടുക്കുകയാണ്. ഒരു MPയുടെ അയോഗ്യത തീരുമാനിക്കുന്നത് ആര്? പ്രസിഡന്റ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എടുത്ത് ചോദിക്കണമെങ്കിൽ മാത്രമേ ആരുടെ പേര് എഴുതാൻ പറ്റുള്ളൂ? ലോക്സഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭ MP ആണെങ്കിൽ രാജ്യസഭ ചെയർമാൻ. എന്തൊക്കെയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യതയ്ക്കുള്ള കാരണം? 4 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. 1, തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ സ്ഥാനം രാജിവെച്ചാൽ. ഒരു MP ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്, ആ പാർട്ടി അംഗത്വം അദ്ദേഹം രാജിവെക്കുകയാണ്. അപ്പോൾ തന്നെ എന്ത് സ്ഥാനം നഷ്ടപ്പെടും? അയോഗ്യനാക്കും. ആരയോഗ്യനാക്കും? സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ അയോഗ്യനാക്കും. രണ്ടാമത്തത്, പാർട്ടി പറയുന്നതിന് വിരുദ്ധമായി സഭയിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ. പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം, തുറന്നു പറയാം, ഒരു പ്രശ്നവുമില്ല.
പക്ഷേ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സഭയിൽ വോട്ട് ചെയ്യരുത്. പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പിക്കേണ്ട ചുമതല ആരുടെയാണ്? മാർക്ക് ചെയ്യുക, വിപ്പ്. അത് നമ്മൾ പറയും, കുറച്ച് കഴിഞ്ഞാൽ പറയും. വിപ്പ്, WHIP. അടുത്തത്, സ്വതന്ത്രമായി മത്സരിച്ച വ്യക്തി ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാൽ, അപ്പോൾ ഓറഞ്ച് ചിഹ്നത്തിലോ ആപ്പിൾ ചിഹ്നത്തിലൊക്കെ മത്സരിക്കുകയാണ്, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പോയി. മുന്നണിയിൽ ചേരാം, ഓക്കെ, പാർട്ടിയിൽ ചേരാൻ പാടില്ല. അടുത്ത, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, 12 പേര്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ പാർട്ടിയിൽ ചേരണമെന്നവർക്ക് നിർബന്ധമാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ പാർട്ടിയിൽ ചേരണം. അതിനുശേഷം ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാൽ അവരുടെ യോഗ്യത എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അവർ MP ആയി തുടരില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നോമിനേറ്റഡ് മെമ്പർക്ക് പാർട്ടിയിൽ ചേരുന്ന ആഗ്രഹം വന്നു പറഞ്ഞു വെച്ചാൽ നിർബന്ധമൊന്നുമില്ല, 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചേരണം. ഭാവിയിൽ സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ അവിടെ എഴുതി ചേർത്ത്. അപ്പം 4 കാര്യങ്ങളാണ്. 1, പാർട്ടി അംഗത്വം നഷ്ടമായ. 2, പാർട്ടിക്ക് വിരുദ്ധമായിട്ട് വോട്ട് ചെയ്ത. 3-മത്തത്, സ്വതന്ത്രമായിട്ട് മത്സരിച്ചിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്ന. അടുത്തത്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗം 6 മാസത്തിന് ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാൽ 6 മാസത്തിനകം ചേരണം. ഇനി എങ്ങനെയാണ് വെക്കേറ്റിംഗ് ഓഫ് സീറ്റ്സ് വരിക? ഡബിൾ മെമ്പർഷിപ്പ്. ശ്രദ്ധിക്കുക, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ഒരു വ്യക്തി പാർലമെന്റിൽ 2 സഭകളിലും തിരഞ്ഞെടുക്കപ്പെട്ടാൽ, അതായത് ലോക്സഭാ മെമ്പറുമായി രാജ്യസഭാ മെമ്പറുമായി എന്ന് വിചാരിക്കും, ഒരേ സമയം 10 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കണം ഏത് സഭയിൽ തുടരുമെന്ന്. ഒരാൾ ഒരേ സമയം ലോക്സഭാ മെമ്പറുമായി രാജ്യസഭാ മെമ്പറുമായി എന്ന് വിചാരിക്കുക, 2 സഭകളിലും അംഗമായി. 10 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കണം ഏത് സഭയിലാണെന്നുള്ളത്. അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടും, ലോക്സഭാ MP ആയിട്ട് തുടരും. അത്ര തന്നെ സംഭവിക്കുള്ളൂ, അല്ലാതെ 2 സീറ്റൊന്നും നഷ്ടപ്പെടില്ല. അടുത്ത, നിലവിലെ അംഗം അടുത്ത സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പോഴുള്ള സീറ്റ് നഷ്ടമാവും. രാജ്യസഭാ MP ആണ്, ലോക്സഭാ ഇലക്ഷൻ മത്സരിച്ചു, വിജയിച്ചു എന്ന് വിചാരിക്കുക, ഓട്ടോമാറ്റിക്കലി രാജ്യസഭാ സീറ്റ് എന്ത് ചെയ്യും? നഷ്ടമാവും. അടുത്ത, 3-മത്തത്, ഒരു വ്യക്തി ഒരേ സഭയിൽ 2 സീറ്റിലേക്ക് മത്സരിച്ചാൽ 2ലും വിജയിച്ചാൽ ഏത് മണ്ഡലമാണ് തിരഞ്ഞെടുക്കണം എന്ന് പെട്ടെന്ന് തീരുമാനിക്കണം. എൻ്റെ സമയപരിധിയൊന്നും ഇല്ല, ഓക്കെ. അല്ലെങ്കിൽ 2 സീറ്റും എന്ത് ചെയ്യും? നഷ്ടമാവും. ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ആദ്യം 2014 2 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സീറ്റിൽ മത്സരിച്ച സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സീറ്റിൽ മത്സരിച്ച് കഴിഞ്ഞാൽ 2ലും വിജയിച്ചു. അപ്പോൾ പെട്ടെന്ന് തീരുമാനിക്കണം ഏതിലാണ് തുടരുക എന്നുള്ളത്. അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ 2 സീറ്റും എന്ത് ചെയ്യും? നഷ്ടമാവും. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പരമാവധി ഇപ്പോൾ 2 സീറ്റിൽ മത്സരിക്കാം. പരമാവധി ഒരാൾക്ക് എത്ര സീറ്റിൽ മത്സരിക്കാം എന്ന് ചോദിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഇല്ലല്ലോ, ഓക്കെ, അത് നിയമസഭയിൽ നടക്കുന്ന സംഭവമല്ലോ. അപ്പോൾ ലോക്സഭാ ഇലക്ഷന് അപ്പോൾ എത്രയാണ്? 2 എണ്ണത്തിൽ മത്സരിക്കാം, 2 സീറ്റിൽ മത്സരിക്കാം. അപ്പോൾ ഇങ്ങനെയും നഷ്ടപ്പെടാം, സീറ്റ് നഷ്ടപ്പെടാം. അടുത്ത, ഒരേ സമയം MLAയും MP-യും ആയാൽ, ഒരേ സമയം നിയമസഭയിലും പാർലമെന്റിലും തിരഞ്ഞെടുക്കപ്പെട്ടാൽ 14 ദിവസത്തിനുള്ളിൽ നിയമസഭയിൽ രാജിക്കത്ത് സമർപ്പിച്ചില്ലെങ്കിൽ MP സ്ഥാനം നഷ്ടപ്പെടും. അതായത് വേറെ രീതിയിൽ പറഞ്ഞു വെച്ചാൽ, ഒരേ സമയം MLAയും MP-യും ആയി എന്ന് വിചാരിക്കുക, 14 ദിവസമായിട്ടും തീരുമാനം എടുത്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ അദ്ദേഹം MLA ആയിട്ട് തുടരും, MP സ്ഥാനം നഷ്ടപ്പെടും. MLA ആയിട്ട് തുടരും, MP സ്ഥാനം നഷ്ടപ്പെടും. അപ്പോൾ 14 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കണം MP ആവണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കണം. അടുത്തത്, റെസിഗ്നേഷൻ കൊടുക്കുക, അല്ലേ? ആ സീറ്റ് വേക്കൻ്റ് വരിക എന്നുള്ള അവസ്ഥ വരുമ്പോൾ ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർക്കും രാജ്യസഭയിലാണെങ്കിൽ ചെയർമാനും രാജിക്കത്ത് നൽകണം. ആബ്സെൻസും അതിനൊരു കാരണമാവാം സീറ്റ് നഷ്ടപ്പെടാൻ. തുടർച്ചയായ 60 ദിവസം പാർലമെന്റിന്റെ അനുവാദമില്ലാതെ, കേട്ടോ, പാർലമെന്റിന്റെ അനുവാദമില്ലാതെ സെഷൻ നടക്കുമ്പോൾ ആബ്സെന്റ് മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ പാർലമെന്റ് അനുവാദമില്ലാതെ 60 ദിവസം തുടർച്ചയായിട്ട് അനുവാദമില്ലാതെ ആബ്സെന്റ് മാർക്ക് ചെയ്ത എന്താണ്? സ്ഥാനം നഷ്ടപ്പെടും. അടുത്തത്, ഓത്ത് ഓർ അഫിമേഷൻ. ദൃഢപ്രതിജ്ഞ ചെയ്യുന്നതിന് ഓത്ത് എന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനെ അഫിമേഷൻ എന്നും പറയുന്നു. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ആളാണ്. സത്യവാചകം ചൊല്ലാതിരുന്നാൽ ഓരോ ദിവസവും 500 രൂപ പിഴ കൊടുക്കണം. സത്യവാചകം ചൊല്ലാതെ നിങ്ങൾ MP ആയിട്ട് തുടരുകയാണെങ്കിൽ അങ്ങനെ തുടരുന്ന ഓരോ ദിവസവും എത്രയാണ്? 500 രൂപ പിഴ കൊടുക്കണം. ഒന്നുകൂടെ പറയാ, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ആളാണ്. സത്യവാചകം ചൊല്ലാതിരുന്നാൽ ദിവസവും 500 രൂപ, ഇരിക്കുന്ന ഓരോ ദിവസത്തിനും, പാർലമെന്റിൽ ഇരിക്കുന്ന ഓരോ ദിവസത്തിനും 500 രൂപ പിഴ കൊടുക്കണം. സാലറി, പാർലമെന്റ് എത്രയാണോ തീരുമാനിക്കുന്നത് അതാണ് ശമ്പളം.
പെൻഷനെ കുറിച്ച് ഭരണഘടനയിൽ പരാമർശമില്ല, പക്ഷെ പിന്നീട് അത് എന്ത് ചെയ്തു, പെൻഷൻ എന്നുള്ള പ്രൊവിഷൻ ഇവര് ഉൾപ്പെടുത്തി. ഇപ്പൊ പാർലമെന്റ് ആണ് പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം തീരുമാനിക്കുക. എംപിമാരുടെ ശമ്പളം 1,00,000 അലവൻസ് ഒക്കെ അതിന് പുറമെ കൊടുക്കുന്നതാണ്. ഇനി അടുത്തത് പ്രിസൈഡിംഗ് ഓഫീസർ. ആരാണ് പ്രിസൈഡിംഗ് ഓഫീസർ? എന്താണ് അവരുടെ അധികാരം? അതേപോലെ തന്നെ അവർക്ക് കാസ്റ്റിംഗ് വോട്ട്, പിന്നെ അതേപോലെ തന്നെ ജോയിന്റ് സിറ്റിംഗിൽ എന്താണ് ചെയ്യാൻ പറ്റുക, എന്താണ് കോറം, അതേപോലെ തന്നെ മണി ബില്ലുമായി ബന്ധപ്പെട്ട് തർക്കം എന്താണ്, ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്, ഈ പദവി ഏത് ആക്ട് പ്രകാരമാണ് വന്നത്, പാർലമെന്റിലെ ലീഡർമാർ ഏത് പേരിലാണ് അറിയപ്പെടുക, അതേപോലെ തന്നെ പാർലമെന്റിന്റെ ഡിഫറെന്റ് സെഷൻസ് ഏതൊക്കെയാണ്, അതേപോലെ എന്താണ് സമ്മേളനം, എന്താണ് റിസസ്, എന്താണ് സമൻ, എന്താണ് അഡ്ജേൺമെന്റ്, എന്താണ് പ്രൊറോഗേഷൻ, എന്താണ് ലൈം ഡക്ക് സെഷൻസ്, എന്താണ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് പാർലമെന്റ് ആരംഭിക്കുന്നത്, എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്. ലോക്സഭയിൽ ആരാണ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്? സ്പീക്കർ ഓഫ് ലോക്സഭ. സ്പീക്കറെ ലോക്സഭാ അംഗങ്ങൾ തന്നെ എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്നു. സ്പീക്കറെ ലോക്സഭാ അംഗങ്ങൾ തന്നെ എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്നു. അതിനു മുമ്പ് സഭയിലെ ഏറ്റവും മുതിർന്ന മീൻസ് പരിചയം കൂടുതലുള്ള അംഗം പ്രോടേം സ്പീക്കറായി അധികാരമേൽക്കുന്നു. പ്രസിഡന്റ് ആണ് തിരഞ്ഞെടുക്കുന്നതും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും പ്രോടേം സ്പീക്കർക്ക്. പ്രോടേം സ്പീക്കർ അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി മന്ത്രിമാർക്കും മറ്റ് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്നതാണ്. പുതിയ സ്പീക്കറെ എപ്പോൾ തിരഞ്ഞെടുക്കുന്നുവോ ആ സമയം തന്നെ അദ്ദേഹം ഈ പദവിയിൽ നിന്ന് ഒഴിയുകയാണ്, അല്ലെങ്കിൽ പദവി ഇല്ലാതാവുകയാണ്. പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിന് ഇദ്ദേഹം സഭയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക, സ്പീക്കർ എന്ന് പറഞ്ഞു വെച്ചാൽ സഭയിലെ അംഗങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനു മുമ്പ് പ്രോടൈം സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് സഭ സമ്മേളിക്കുന്ന സമയത്ത് ഒരാളുണ്ടാവും. അയാളുടെ പ്രധാന ഡ്യൂട്ടി എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പുതിയ സ്പീക്കറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഭയെ സഹായിക്കുക എന്നുള്ളതാണ്. ഈ പ്രോടൈം സ്പീക്കർ എന്നുള്ള ആശയം എടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഇറ്റ് ഈസ് എ ഫ്രഞ്ച് പ്രാക്ടീസ്. ഇനി എപ്പോഴാണോ സ്പീക്കർ പദവി ഒഴിവ് വരുന്നത് അപ്പോൾ തന്നെ അത് ഫില്ല് ചെയ്യേണ്ടതാണ്. അതായത് സ്പീക്കർ എന്ന പദവി ഇല്ലാതാകുന്ന സമയം തന്നെ അത് ഫില്ല് ചെയ്യണം. ഇലക്ഷൻ തീയതി തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണ്, അതായത് സ്പീക്കറിന്റെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭാ സ്പീക്കറിന്റെ ഇലക്ഷൻ തീയതി തീരുമാനിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. മാർക്ക് ചെയ്യുക. 3 രീതിയിലാണ് സാധാരണ ഒഴിവ് വരിക. ഒന്ന്, സ്പീക്കർ ലോക്സഭാ മെമ്പർ എന്ന പദവി ഒഴിയുമ്പോൾ. രണ്ടാമത്തത്, രാജിക്കത്ത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് കൊടുക്കുമ്പോൾ. അപ്പൊ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർക്കുമാണ് രാജിക്കത്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭാ സ്പീക്കർക്കുമാണ് രാജിക്കത്ത് കൊടുക്കുക. മൂന്നാമത്തത്, അദ്ദേഹത്തെ ലോക്സഭാ സ്പീക്കർ എന്ന പദവിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ 14 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം, എന്നിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കുക. ലോക്സഭ പിരിച്ചുവിട്ടാലും സ്പീക്കറിന്റെ പദവി അവസാനിക്കുന്നില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന്റെ പദവി അവസാനിക്കുന്നത് പുതിയ ലോക്സഭ തെരഞ്ഞെടുക്കുന്നത് വരെ അദ്ദേഹം ആ പദവിയിൽ തുടരും. പുതിയ ലോക്സഭ തെരഞ്ഞെടുക്കുന്നവരെ അദ്ദേഹം ആ പദവിയിൽ തുടരും. ലോക്സഭ പിരിച്ചുവിട്ടാലും ലോക്സഭാ സ്പീക്കറുടെ പദവി പോകുന്നില്ല. അടുത്ത എന്താണ്? കാസ്റ്റിംഗ് വോട്ട്. ഒരു ബില്ലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും തുല്യ വോട്ടുകൾ വരികയാണെങ്കിൽ സ്പീക്കർ വോട്ട് ചെയ്യുന്നു. ഇതിനെ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം, അതിൽ 100 പേരാണ് വോട്ട് എന്ന് വിചാരിക്കുക. സ്പീക്കർ അവിടെ ഇരിക്കുന്നുണ്ട്, പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് സ്പീക്കർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ ഒരാൾ, ബാക്കി 100 പേര് അവിടെ സഭയിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വോട്ട് ചെയ്യുമ്പോൾ 50-50 ആയിട്ട് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഈക്വാലിറ്റി വന്നു, അവിടെ ഡെഡ് വന്നു. ആ ഡെഡ് ബ്രേക്ക് ചെയ്യുന്നത് സ്പീക്കർ ആയിരിക്കും. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം, കാരണം അദ്ദേഹം അവിടെ MP ആണ്. ഇതിനെ പറയുന്ന പേരാണെന്ത്? കാസ്റ്റിംഗ് വോട്ട്. കാസ്റ്റിംഗ് സ്പീക്കർ എന്നറിയപ്പെടുന്നത് കേരളത്തിലെ AC ജോസ് ആണ്. ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്തിട്ടുള്ള സ്പീക്കറാണ് ആര്? AC ജോസ്. അപ്പോൾ തുല്യമായിട്ട് വരികയാണെങ്കിൽ സ്പീക്കർ ചെയ്യുന്ന വോട്ടിനെ പറയുന്ന പേരാണ് കാസ്റ്റിംഗ് വോട്ട്. അടുത്ത, സ്പീക്കറിനെ പുറത്താക്കുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുമ്പോൾ സ്പീക്കർ സാധാരണ MP മാത്രമായിരിക്കും. അപ്പോൾ അദ്ദേഹം സാധാരണ വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റന്റിൽ വോട്ട് ചെയ്യുന്നു. അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം സാധാരണ ഒരു MP മാത്രമാണ്. അദ്ദേഹത്തിന്റെ പവേഴ്സ് എന്തൊക്കെയാണ്? അദ്ദേഹം ലോക്സഭയുടെ തലവനാണ്, MP മാരുടെ ഗാർഡിയനാണ്, സഭയിലെ അവസാനത്തെ വാക്ക് അദ്ദേഹത്തിന്റെ ആയിരിക്കും.
ലോക്സഭയുടെ തലവനാണ്, MP-മാരുടെ ഗാർഡിയനാണ്, സഭയിലെ അവസാനത്തെ വാക്ക് ഇദ്ദേഹത്തിൻ്റെയാണ്. അടുത്ത ഇദ്ദേഹത്തിന് അധികാരം കിട്ടുന്നത് 3 രീതിയിലാണ്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടന പ്രകാരമുള്ള അധികാരം. 2 ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ലോക്സഭ, ഇതിൽ നിന്ന് ലഭിക്കുന്ന അധികാരം. മൂന്നാമത്തെ പാർലമെന്ററി കൺവെൻഷൻസ്, അതായത് പതിവായി തുടരുന്ന ചട്ടങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ സമ്പ്രദായങ്ങൾ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. അടുത്തത് മൂന്നാമത്തെ, അദ്ദേഹമാണ് ഡക്കോറം സൂക്ഷിക്കുന്നത്. ഡക്കോറം മീൻസ് അവിടുത്തെ ഒരു എന്താണ് പറയാ, മാന്യമായിട്ടുള്ള പെരുമാറ്റം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അംഗങ്ങൾ നടത്തണം എന്ന് അനുശാസിക്കുന്ന ആരാണ്? സ്പീക്കറാണ്. അടുത്ത അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും ഇന്റർപ്രറ്റർ, വ്യാഖ്യാതാവ് അദ്ദേഹമാണ്. ലോക്സഭയിൽ എന്ത് ഡൗട്ട് വന്നാലും, റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ എന്ത് ഡൗട്ട് വന്നാലും എല്ലാം തീരുമാനിക്കേണ്ടത് ആരാണ്? സ്പീക്കറാണ്. അടുത്ത അദ്ദേഹമാണ് സഭ അഡ്ജേൺ ചെയ്യുന്നതും സസ്പെൻഡ് ചെയ്യുന്നതും. ഇതെന്താന്ന് നമ്മൾ അധികം വൈകാതെ പറയും, ഇതിപ്പോ ഒന്ന് എഴുതി വെക്കുക. അഡ്ജേൺ ചെയ്യുന്നതും സസ്പെൻഡ് ചെയ്യുന്നതും ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഇദ്ദേഹം തന്നെയാണ് കോറം ചെക്ക് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 100 പ്രകാരം ഒരു സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് നിശ്ചിത അംഗങ്ങൾ വേണം. ഒരു സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് നിശ്ചിത അംഗങ്ങൾ വേണം. ഇതിനെ പറയുന്ന പേരാണ് കോറം. കോറം എന്ന് പറയുമ്പോൾ 1/10, ആകെ സ്ട്രെങ്ത്തിന്റെ 1/10. ലോക്സഭയിൽ കോറം 55-ഉം രാജ്യസഭയിൽ 25-ഉമാണ്, ഇൻക്ലൂഡിംഗ് പ്രിസൈഡിംഗ് ഓഫീസർ. 10% കോറം. അതായത് സ്പീക്കറിനെയും കൂടി കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ചെയറിലിരിക്കുന്ന ആളിനെയും കൂടിയിട്ട് വേണം എണ്ണാൻ. അതായത് 54 പേര് സ്പീക്കറിന് മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിംഗ് സ്പീക്കർ 55 ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ലോക്സഭയിൽ മീറ്റിംഗ് തുടങ്ങാം. രാജ്യസഭയിൽ അതേപോലെ 24+1 25. അപ്പോൾ കോറം ചെക്ക് ചെയ്യുന്നത് സ്പീക്കറാണ്. അടുത്ത ജോയിന്റ് സിറ്റിംഗ്. ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആണെങ്കിലും അതിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? 108 പ്രകാരം. ഒന്നുകൂടെ പറയാ, സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ് ആണെങ്കിലും അതിന് അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. അടുത്ത അദ്ദേഹത്തിന് രഹസ്യ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. അദ്ദേഹത്തിന്റെ ചേംബറിൽ രഹസ്യമായിട്ട് മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാം. അടുത്ത മണി ബില്ലിനെ സംബന്ധിച്ച് തർക്കം വരുമ്പോൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 110 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണി ബില്ല്. 112 ബജറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 110 എന്താണ്? മണി ബില്ല്. മണി ബില്ലിനെ സംബന്ധിച്ച് തർക്കം വരുമ്പോൾ അത് മണി ബില്ലാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ തർക്കം ഇല്ലാതാക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. അടുത്ത 10ാം പട്ടിക പ്രകാരം ഒരു അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നത് സ്പീക്കറാണ്. 10ാം പട്ടിക എന്ന് പറയുമ്പോൾ കൂറുമാറ്റ നിരോധന നിയമം. ഇതിനനുസരിച്ച് ഒരു അംഗത്തിന്റെ അയോഗ്യത തീരുമാനിക്കുന്നത്, വെറുതെ ഒരു അംഗത്തിന്റെ അയോഗ്യത എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് എഴുതണേ. ഇത് 10ാം പട്ടിക എന്ന് ചോദിക്കുകയാണെങ്കിൽ, എടുത്ത് ചോദിക്കുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ചോദിക്കുകയാണെങ്കിൽ മാത്രം സ്പീക്കറിന്റെ പേര് എഴുതുക. അടുത്ത അദ്ദേഹം ഇന്റർ പാർലമെന്ററി യൂണിയന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കും. ലോക്സഭാ സ്പീക്കർ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കും. അടുത്ത പാർലമെന്ററി കമ്മിറ്റികളുടെ ചെയർമാനെ നിയമിക്കുന്നത് ഇദ്ദേഹമാണ്. മാർക്ക് ചെയ്യുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർലമെന്ററി കമ്മിറ്റികളുടെ ചെയർമാനെ നിയമിക്കുന്നത് ഇദ്ദേഹമാണ്. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി BAC, അതേപോലെ തന്നെ റൂൾസ് കമ്മിറ്റി RC, അതേപോലെ തന്നെ ജനറൽ പർപ്പസ് കമ്മിറ്റി GPC, ഇതിന്റെ എല്ലാം ചെയർമാൻ ഇദ്ദേഹമാണ്. ബാക്കിയുള്ള ചെയർമാൻമാരെ നിയമിക്കുന്നത് ഇദ്ദേഹമാണ്. അതേപോലെ തന്നെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി, റൂൾസ് കമ്മിറ്റി, ജനറൽ പർപ്പസ് കമ്മിറ്റി എന്നിവയുടെ ചെയർമാനും ഇദ്ദേഹമാണ്. അടുത്ത അദ്ദേഹം ഓർഡർ ഓഫ് പ്രസിഡൻസ് അനുസരിച്ച് 7ാം റാങ്കാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. ആദ്യം പ്രസിഡന്റ്, രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ റാങ്കിങ് ഉണ്ട്. അതിൽ ഓർഡർ ഓഫ് പ്രസിഡൻസ് അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ റാങ്ക് 7 ആണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് തുല്യമാണ് ഇദ്ദേഹത്തിന്റെ റാങ്ക്. അവിടെ ഇരിക്കുന്നതില്, ആ സഭയിൽ ഇരിക്കുന്നതില് പ്രൈം മിനിസ്റ്ററും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇല്ല, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹവും ആയിരിക്കും. ഇദ്ദേഹത്തെക്കാളും റാങ്ക് കൂടുതലുള്ള ആൾക്കാര് ഇവിടെ ആ സഭയിൽ, ബാക്കി എല്ലാവരും ഇദ്ദേഹത്തെക്കാൾ റാങ്ക് കുറവുള്ള ആളായിരിക്കും. അടുത്ത ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കറിനെ തെരഞ്ഞെടുക്കുന്ന ലോക്സഭാ അംഗങ്ങളാണ്. ഇലക്ഷന്റെ തീയതി തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. മാർക്ക് ചെയ്യുക, ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഇലക്ഷന്റെ തീയതി തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറിന്റെ ഇലക്ഷന്റെ തീയതി തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ഇലക്ഷന്റെ തീയതി തീരുമാനിക്കുന്നവരാണ്? സ്പീക്കറാണ്. അടുത്ത സ്പീക്കർ ഇല്ലാത്തപ്പോൾ ആ പദവി വഹിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ സ്പീക്കറിനെ തെരഞ്ഞെടുക്കണം. അതിൽ പദവി വഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് പ്രിസൈഡ് ചെയ്യാന്ന് മാത്രം അർത്ഥമുള്ളൂ, അല്ലാതെ സ്പീക്കർക്ക് ഈക്വൽ ആയിട്ടുള്ള പദവിയൊന്നുമല്ല. അടുത്ത സ്പീക്കറിന്റെ അഭാവത്തിൽ ഇദ്ദേഹം സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നു. അതായത് സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ 108 പ്രകാരം ജോയിന്റ് സിറ്റിംഗില്
സ്പീക്കർ ഇല്ലെങ്കിൽ, അതായത് സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ, സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറിനും, ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ രാജ്യസഭ ഉപാധ്യക്ഷൻ, രാജ്യസഭ വൈസ് ചെയർപേഴ്സണും കൊടുക്കുന്നു. ഒരിക്കലും രാജ്യസഭ ചെയർപേഴ്സൺ, രാജ്യസഭ അധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ് ഒരിക്കലും സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കില്ല. ഓക്കെ, അപ്പോ സംയുക്ത സമ്മേളനത്തിന് സ്പീക്കർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുക. ഹീസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ദ ഹൗസ്, അദ്ദേഹം സബോർഡിനേറ്റ് അല്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറിന്റെ സബോർഡിനേറ്റ് അല്ല, ഹീസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ദ ഹൗസ്. ഇദ്ദേഹം സ്പീക്കർക്ക് താഴെയല്ല. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവർ ആ പദവി ഏറ്റെടുക്കുമ്പോൾ സത്യവാചകം ചൊല്ലാറില്ല. മാർക്ക് ചെയ്യുക, ഇവർ പ്രത്യേകിച്ച് സത്യവാചകം ഒന്നും ചൊല്ലില്ല. അപ്പൊ സ്പീക്കർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഡെപ്യൂട്ടി സ്പീക്കർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആര്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഇവർ പ്രത്യേകം സത്യവാചകം ചൊല്ലാറില്ല. അടുത്ത 1921 ഇന്ത്യയിൽ ആദ്യമായി സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി വരികയാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിപ്പോർട്ട് പ്രകാരം 1919 അന്ന് ഈ പദവിയുടെ പേര് യഥാക്രമം പ്രസിഡന്റ്, ഡെപ്യൂട്ടി പ്രസിഡന്റ് എന്നായിരുന്നു. അതായത് 1921 ഈ പദവി വരുമ്പോൾ, 1919 ആക്ട് പ്രകാരം 1921 ഈ പദവി വരുമ്പോൾ അന്നത്തെ പദവിയുടെ പേര് പ്രസിഡന്റ്, ഡെപ്യൂട്ടി പ്രസിഡന്റ് എന്നായിരുന്നു. 1947 വരെ ഈ പേരിലാണ് അറിയപ്പെട്ടത്. 1921 ഫെഡറിക് വൈറ്റും സച്ചിദാനന്ദ സിൻഹയും യഥാക്രമം പ്രസിഡന്റും ഡെപ്യൂട്ടി പ്രസിഡന്റുമായി, അതായത് ഇന്നത്തെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമായി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ സ്പീക്കറാണ് ആര്? ഫെഡറിക് വൈറ്റ്. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ആര്? സച്ചിദാനന്ദ സിൻഹ. 1925 വിതൽഭായ് ജെ പട്ടേൽ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കറായി മാറി 1925. ഓക്കെ, ഇവരെല്ലാം നിയമിച്ചത് വൈസ്രോയി ആയിരുന്നു. ഇനി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കർ ആരാന്ന് ചോദിക്കും. GV മാവുലങ്കർ. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അനന്തശയനം അയ്യങ്കാർ. ഒന്നുകൂടെ പറയാ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പീക്കർ GV മാവുലങ്കർ. ലോക്സഭയുടെ പിതാവ് എന്നാണ് ആരറിയപ്പെടുക? GV മാവുലങ്കർ അറിയപ്പെടുക. GV മാവുലങ്കർ. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അനന്തശയനം അയ്യങ്കാർ. അടുത്ത, ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ 10 പേരിൽ കൂടാതെ ഒരു പാനൽ തീരുമാനിച്ചിട്ടുണ്ട്. പാനൽ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, അവരാണ് സഭയെ നിയന്ത്രിക്കുക. അതായത് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലെങ്കിൽ 10 പേരുടെ ഒരു പാനൽ ഉണ്ടാവും. അടുത്ത, ചെയർമാൻ ഓഫ് രാജ്യസഭ. ഇനി രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആരാന്ന് നമുക്ക് നോക്കാം. വൈസ് പ്രസിഡന്റ് ചെയർമാൻ ഓഫ് രാജ്യസഭയായി പ്രവർത്തിക്കുന്നു. പ്രസിഡന്റിന്റെ അഭാവത്തിൽ അദ്ദേഹം പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോൾ, ഇപ്പൊ പ്രസിഡന്റ് ഇല്ല, അപ്പൊ വൈസ് പ്രസിഡന്റിന് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരും. ആ സമയത്ത് അദ്ദേഹം രാജ്യസഭാ ചെയർമാൻ എന്ന പദവി വഹിക്കാൻ യോഗ്യനല്ല. കാരണം അവിടെ ഒരു പദവി വഹിക്കുമ്പോൾ, അതായത് അവിടെ പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇനി ചെയർമാനെ പുറത്താക്കാനുള്ള ഒരേ ഒരു വഴി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്. അല്ലാതെ എങ്ങനെയും പുറത്താക്കാൻ പറ്റില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയാൽ മാത്രമാണ് ചെയർമാൻ ഓഫ് രാജ്യസഭ മാറുള്ളൂ. ചെയർമാൻ രാജ്യസഭാ മെമ്പർ അല്ല, ആയതിനാൽ ഫസ്റ്റ് ഇൻസ്റ്റന്റ് വോട്ട് അദ്ദേഹത്തിനില്ല. അദ്ദേഹം അവിടെ ഒരു മെമ്പർ അല്ല, അതുകൊണ്ട് ഒരു പ്രമേയത്തിന് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം, അദ്ദേഹത്തിന് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം, പക്ഷെ ഫസ്റ്റ് ഇൻസ്റ്റന്റിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഡെപ്യൂട്ടി ചെയർമാനെ രാജ്യസഭാ അംഗങ്ങൾ തീരുമാനിക്കുന്നു. അദ്ദേഹം രാജിക്കത്ത് ചെയർമാന് നൽകുന്നു. അതായത് ഡെപ്യൂട്ടി ചെയർമാൻ എന്നുള്ള ഒരു ആളവിടെ ഉണ്ടാവും. ചെയർമാൻ അല്ലാതെ, വൈസ് പ്രസിഡന്റ് അല്ലാതെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാവും. അദ്ദേഹത്തെ രാജ്യസഭാ അംഗങ്ങൾ തീരുമാനിക്കുകയാണ്. അദ്ദേഹം രാജിക്കത്ത് ആർക്ക് കൊടുക്കുന്നു? ചെയർമാന് കൊടുക്കുന്നു. ഇനി ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആണല്ലോ, അപ്പൊ അദ്ദേഹം രാജിക്കത്ത് കൊടുക്കുക പ്രസിഡന്റിനായിരിക്കും. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ലീഡേഴ്സ് ഓഫ് പാർലമെന്റ്. ലീഡർ ഓഫ് ദ ഹൗസ് ഉണ്ടാവും, സഭാ നേതാവ്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ടാവും, പ്രതിപക്ഷ നേതാവ്. വിപ്പ് ഉണ്ടാവും. ഈ 3 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ലീഡർ ഓഫ് ദ ഹൗസ് എന്ന് പറയുമ്പോൾ, ലോക്സഭയിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യസഭയിലാണ് പ്രധാനമന്ത്രി ഇരിക്കുന്നതെങ്കിൽ അവിടെ, ഉദാഹരണം ഇന്ദിരാഗാന്ധി രാജ്യസഭ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആര്? ഇന്ദിരാഗാന്ധി. അപ്പൊ അവർ അന്ന് ആ രാജ്യസഭയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ സഭാ നേതാവ് സ്വാഭാവികമായിട്ട് ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും, രാജ്യസഭയിലെ നേതാവ്. ഇനി ലോക്സഭയിലെ നേതാവ് ആരാവെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഒരാളെ നോമിനേറ്റ് ചെയ്യും. ഇനി ഇന്നത്തെ അവസ്ഥ നോക്കുക. ഇന്നത്തെ അവസ്ഥ, നരേന്ദ്രമോദി ലോക്സഭയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ലോക്സഭയിലെ സഭാ നേതാവ് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയാണ്. രാജ്യസഭയിലെ നേതാവ് ആരാന്ന് പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രി ഏത് സഭയിലാണോ ആ സഭയിലെ നേതാവ് അദ്ദേഹമായിരിക്കും. അടുത്ത സഭയിലെ നേതാവിനെ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇത്രയായാലും പഠിച്ചാൽ മതി. അടുത്തത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ. ഒരു സഭയിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയുടെ നേതാവ്. ഒരു സഭയിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയുടെ നേതാവ്. പക്ഷേ ഇതിനൊരു റെക്കഗ്നീഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഔദ്യോഗിക പദവി കിട്ടണമെങ്കിൽ, ഒഫീഷ്യൽ സ്ഥാനം കിട്ടണമെങ്കിൽ മിനിമം 1/10 സീറ്റ് ഓപ്പോസിഷന് വേണം. ഇപ്പോൾ
ലോക്സഭയിൽ 55 സീറ്റുള്ള പ്രതിപക്ഷ കക്ഷിയുടെ നേതാവാണ് ഒഫീഷ്യൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ലീഡർ ഓഫ് ദ ഒപ്പോസിഷൻ. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു നേതാവില്ല, ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഇന്ന് പ്രതിപക്ഷ നേതാവില്ല. നമ്മൾ പറയും ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് ലോക്സഭയിൽ ആര്, AK ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് AKG എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അടുത്ത, ബ്രിട്ടനിൽ ഷാഡോ ക്യാബിനറ്റ് എന്ന സമ്പ്രദായമുണ്ട്. അതായത് മന്ത്രിസഭ എപ്പോൾ വീഴുന്നുവോ അപ്പൊ തന്നെ പ്രതിപക്ഷം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും ആരാണ് ഇന്ന മന്ത്രി ആവേണ്ടത്, ആരാണ് പ്രധാനമന്ത്രി ആവേണ്ടത്, അങ്ങനെ അവരുടെ പിറകിൽ നിൽക്കുകയാണ്. അവർ വീണ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിൽ കയറും. ഓക്കെ, അപ്പൊ നമ്മൾ സദ്യയുടെ പിറകില്, ഈ കല്യാണത്തിന് സദ്യന്റെ പിറകിൽ ചെയറിൽ നിൽക്കില്ലേ പിറകില്, ഓക്കെ, അതന്നെ സംഭവം. ശ്രദ്ധിക്കുക. അപ്പൊ പ്രതിപക്ഷം നേരത്തെ തീരുമാനിച്ച വകുപ്പുകൾ അനുസരിച്ച് അധികാരം ഏൽക്കുന്നു. ഐവർ ജെന്നിങ്സ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ ആൾട്ടർനേറ്റീവ് പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കാമെന്നാണ്. ആരാണ്? ഐവർ ജെന്നിങ്സ്. മാർക്ക് ചെയ്യുക, ഐവർ ജെന്നിങ്സ് ആണ് പ്രതിപക്ഷ നേതാവിനെ ആൾട്ടർനേറ്റീവ് പ്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത, വിപ്പ്. സഭയിലെ എല്ലാ പാർട്ടികൾക്കും ഒരു വിപ്പ് ഉണ്ടായിരിക്കും. സഭയിലെ അംഗങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നത് അദ്ദേഹമായിരിക്കും. അവർ വേണ്ട വിധം വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതെല്ലാം ആരാണ്? വിപ്പാണ്. വിപ്പ്. ഈ 3 നേതാക്കളാണ് സഭയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ. അടുത്തത്, സെഷൻസ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഭരണഘടന പ്രകാരം പാർലമെന്റ് വർഷത്തിൽ ചുരുങ്ങിയത് 2 തവണയെങ്കിലും സമ്മേളിക്കണം എന്നാണ്. എത്ര തവണയാണ്? 2 തവണ. അതായത് ഇവർ തമ്മിലുള്ള ദൈർഘ്യം, ഈ സമ്മേളനത്തിന്റെ ദൈർഘ്യം 6 മാസം ഉണ്ടാവാൻ പറ്റുള്ളൂ. 6 മാസത്തിൽ കൂടുതൽ ദൈർഘ്യം ഉണ്ടാവരുത്. പക്ഷേ ഇന്ത്യൻ പാർലമെന്റ് സാധാരണ വർഷത്തിൽ 3 തവണ സമ്മേളിക്കുന്നുണ്ട്. ഒന്നാമത്തെ ബജറ്റ് സമ്മേളനം അല്ലെങ്കിൽ സമ്മർ സെഷൻ ഫെബ്രുവരി മുതൽ മെയ് വരെ. രണ്ടാമത്തത് മൺസൂൺ സമ്മേളനം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. മൂന്നാമത്തത് വിന്റർ സെഷൻ ശീതകാല സമ്മേളനം നവംബർ മുതൽ ഡിസംബർ വരെ. ബജറ്റ് സമ്മേളനം ഫെബ്രുവരി ടു മെയ്, മൺസൂൺ സമ്മേളനം ജൂലൈ ടു സെപ്റ്റംബർ, ശീതകാല സമ്മേളനം നവംബർ ടു ഡിസംബർ. സമ്മേളനം എന്ന് പറയുമ്പോൾ ആദ്യ സിറ്റിങ്ങും ആ സിറ്റിംഗ് പ്രരോഗ്, അതായത് ഇപ്പോൾ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു, മെയ്യിൽ അവസാനിക്കുകയാണ്. അപ്പൊ മെയ്യിൽ അവസാനിച്ചിട്ട് പറയണം അടുത്തതിന് നമുക്ക് ജൂലൈയിൽ കാണാം എന്ന് പറയണം. അപ്പൊ മെയ്യിൽ അവസാനിപ്പിക്കുന്നതിന്, ഒരു സിറ്റിംഗ്, ഒരു സമ്മേളനം അവസാനിപ്പിക്കുന്നതിന്, ഒരു സെഷൻ അവസാനിപ്പിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? പ്രരോഗ്. പ്രരോഗ്. ആദ്യ സിറ്റിങ്ങും ആ സിറ്റിംഗ് പ്രരോഗ് ചെയ്യുന്ന സമയം, ഇവയ്ക്കിടയിലുള്ള ദൈർഘ്യമാണ് സെഷൻ അല്ലെങ്കിൽ സമ്മേളനം. ഇനി എന്താണ് റിസസ്? നോക്കുക, പാർലമെന്റ് സമ്മേളിക്കാത്ത കാലയളവാണ് റിസസ്. ഇപ്പൊ ഉദാഹരണം, ജൂൺ മാസത്തിൽ പാർലമെന്റ് ഉണ്ടാവില്ല, ഒക്ടോബറിൽ ഉണ്ടാവില്ല, ജനുവരിയിൽ ഉണ്ടാവില്ല, ഇതിനെല്ലാം നമുക്ക് റിസസ് എന്ന് പറയാം. അടുത്തത് സമൻ, വിളിച്ചു കൂട്ടുക. പ്രസിഡന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ചു കൂട്ടും. ഇന്ന ദിവസം നമ്മളത് ആരംഭിക്കാൻ പോകണ എല്ലാ MP-മാർക്കും വിവരം നൽകും. ഇതിനെ വിളിച്ചു കൂട്ടുക എന്നാണ് പറയുക. പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുക? സമൻ ചെയ്യുക, വിളിച്ചു കൂട്ടുക. അതേപോലെ തന്നെ അഡ്ജേൺമെന്റ് എന്താ നോക്കാം. ഒരു സമ്മേളനം ആരംഭിക്കുന്നത്, പ്രവൃത്തി ദിവസം ആരംഭിക്കുന്നത് സാധാരണ 11 മണിക്കാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സിറ്റിംഗ്, ഇന്നിപ്പോൾ പാർലമെന്റ് സിറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക, 11 AM ആരംഭിച്ചു. 1 മുതൽ 2 വരെ ലഞ്ച് ബ്രേക്ക് ആണ്. പിന്നീട് 2 മണി മുതൽ 6 മണി വരെ പാർലമെന്റ് തുടരും. ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട തീയതി തീരുമാനിച്ച് സ്പീക്കർ സഭ അഡ്ജേൺ ചെയ്യുന്നു. അതായത് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞു, 6 മണിയായി, എല്ലാവരും പോവുക, നാളെ വരിക എന്ന് സ്പീക്കർ പറയും. ഇതിന് പറയുന്ന പേരാണെന്ത്? അഡ്ജേൺമെന്റ്. അഡ്ജേൺമെന്റ്. അടുത്ത, ഇന്നിപ്പോ പാർലമെന്റിൽ ബഹളമാണെന്ന് വിചാരിക്കുക. അപ്പൊ സ്പീക്കർ പറയാണ് ഇനിയിപ്പോ പാർലമെന്റ് തുടരാൻ പറ്റില്ല, നാളെ ഈ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല, ഞാൻ പിന്നീട് ഡേറ്റ് പറയാ എന്ന് പറയുന്നതിന് പറയുന്ന പേരാണ് അഡ്ജേൺമെന്റ് സൈൻ ഡേ. സൈൻ ഡേ എന്ന് പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് പീരീഡ്. ഇംഗ്ലീഷിലായി ചോദിക്കും. സൈൻ ഡേ എന്ന് പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് പീരീഡ്. ശ്രദ്ധിക്കുക, അഡ്ജേൺമെന്റ് സൈൻ ഡേയും ചെയ്യുന്നത് സ്പീക്കർ ആയിരിക്കും. സമൻ ചെയ്യുന്നത്, പ്രരോഗ് ചെയ്യുന്നത്, പാർലമെന്റ് ഡിസോൾവ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, ലോക്സഭ ഡിസോൾവ് ചെയ്യുന്നത്, അതായത് പിരിച്ചുവിടുന്നത് ആരായിരിക്കും? ഇതെല്ലാം പ്രസിഡന്റ് ആയിരിക്കും. അഡ്ജേൺമെന്റ് സൈൻ ഡേയും ചെയ്യുന്നത് മാത്രം ആരാണ്? സ്പീക്കർ ആണ്. എന്താണ് അഡ്ജേൺമെന്റ്? ഒരു ദിവസത്തെ പ്രവർത്തന പരിപാടി അവസാനിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ നാളെ വരൂ എന്ന് പറയുന്നതിന് പറയുന്ന പേര് അഡ്ജേൺമെന്റ്. ഇനി സമയം പറയാതെ ഞാൻ പിന്നീട് പറയുമ്പോൾ വന്നാൽ മതി എന്ന് പറയുന്നതിന് പറയുന്ന പേര് അഡ്ജേൺമെന്റ് സൈൻ ഡേ. അടുത്ത, പ്രൊറോഗേഷൻ. ഒരു സെഷൻ അവസാനിക്കുന്നതിനാണ് പ്രൊറോഗേഷൻ എന്ന് പറയുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ 2-3 മാസത്തെ കാര്യം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് ഇനി അവസാനിപ്പിക്കുകയാണ്, അടുത്ത സെഷനിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ പ്രൊറോഗ് ചെയ്യാണ്. അത് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇങ്ങനെ മാത്രം പഠിച്ചു വെക്കുക. അഡ്ജേൺമെന്റ് സൈൻ ഡേയും ചെയ്യുന്നത് സ്പീക്കറും, ബാക്കി എല്ലാം ചെയ്യുന്നത് പ്രസിഡന്റും. അടുത്ത, പിരിച്ചുവിടൽ, ഡിസോൾവ് ചെയ്യുക. രാജ്യസഭ സ്ഥിരം സഭയായതിനാൽ പിരിച്ചുവിടാൻ പറ്റില്ല. അതാണ് നമ്മൾ പറഞ്ഞ ലോക്സഭ പിരിച്ചുവിടാൻ പറയാൻ പറ്റില്ല, പാർലമെന്റ് പിരിച്ചുവിടുക എന്ന് പറയാൻ പറ്റില്ല, ലോക്സഭ പിരിച്ചുവിടണം എന്ന് പറയാം. 5 വർഷം കഴിയുമ്പോൾ, ഇപ്പൊ ഗവൺമെന്റ് 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? സാധാരണ പിരിച്ചുവിടാറുണ്ട് അല്ലെ. നോക്കുക, രാജ്യസഭ സ്ഥിരം സഭയായതിനാൽ പിരിച്ചുവിടാൻ പറ്റില്ല,
ലോക്സഭ പിരിച്ചുവിടലിന് വിധേയമാണ് ഇത് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അടുത്ത ലൈം ഡക്ക് സെഷൻ. ഇപ്പോ 2019 അധികാരം ഏൽക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. 2024 അടുത്ത ഇലക്ഷൻ വരുന്നത്. അപ്പൊ 2024 ഈ ബജറ്റ് സമ്മേളനം കഴിയുമ്പോൾ, അതായത് ഫെബ്രുവരിയിൽ തുടങ്ങും, മെയ് മാസത്തിലൊക്കെ അത് കഴിയുന്ന സമയത്ത് അവസാനത്തെ സെഷൻ അല്ല അത്. ഓക്കെ, ലൈം ഡക്ക് സെഷൻ എന്ന് പറയുമ്പോൾ ലോക്സഭയുടെ അവസാനത്തെ സെഷനാണ്. 2024 നടക്കുന്ന ആ ഗവൺമെന്റിന്റെ അവസാനത്തെ സെഷനെ പറയുന്ന പേരാണ് എന്ത്? ലൈം ഡക്ക് സെഷൻ. ഓരോ ഗവൺമെന്റ് അല്ലെങ്കിൽ ഓരോ ലോക്സഭയുടെയും അവസാന സെഷനെ പറയുന്ന പേരാണ് ലൈം ഡക്ക് സെഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് അത് പിരിച്ചുവിടും. ശ്രദ്ധിക്കുക, 2024 ഇലക്ഷൻ വന്നു. 2024 ഇലക്ഷൻ വന്നപ്പോൾ ചില എം പിമാര് എന്ത് ചെയ്തിട്ടുണ്ടാവും? പാർലമെന്റിൽ തിരിച്ച് വിജയിച്ചിട്ട് വന്നിട്ടുണ്ടാവും. ചില ആൾക്കാർ മത്സരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലവർ പരാജയപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ മത്സരിച്ച് പരാജയപ്പെട്ട അല്ലെങ്കിൽ വരാൻ കഴിയാത്ത ആളുകളെ പറയുന്ന പേരാണ് ലൈം ഡക്ക്. അതായത് ലൈം ഡക്ക് സെഷനിൽ ഇരിക്കുകയും അവസാന സെഷനിൽ ഇരിക്കുകയും പിന്നീട് അടുത്ത പാർലമെന്റ്, അടുത്ത ലോക്സഭയിൽ, അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ലോക്സഭയിൽ പങ്കെടുക്കാൻ പറ്റാത്ത, അടുത്ത സെഷനിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളെ പറയുന്ന പേരാണ് ലൈം ഡക്ക്. ലൈം ഡക്ക്. ശ്രദ്ധിക്കുക, പാർലമെന്റ് സമ്മേളനത്തിന്റെ പ്രധാന വേളകൾ സാധാരണ 11 മണിക്ക് ആരംഭിക്കും. 11 to 12 ക്വസ്റ്റ്യൻ അവർ ആയിരിക്കും. അംഗങ്ങൾ മന്ത്രിമാരോട് ചോദ്യം ചോദിക്കുന്നു. 3 തരത്തിലുള്ള ചോദ്യമുണ്ട്: സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ. നക്ഷത്ര ചിഹ്നം ഉള്ളത്, നക്ഷത്ര ചിഹ്നം ഇല്ലാത്തത്, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ. നക്ഷത്ര ചിഹ്നം ഉള്ളത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അതിൽ നക്ഷത്ര ചിഹ്നം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. വാക്കാലുള്ള മറുപടി നൽകണം, ആയതിനാൽ തുടർ ചോദ്യങ്ങൾ ചോദിക്കാം. വാക്കുകൊണ്ടാണ് മറുപടി, എഴുതിയിട്ടല്ല. അടുത്ത അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, ഉത്തരങ്ങൾ എഴുതി നൽകിയാൽ മതി, അതിനാൽ തുടർ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യമല്ല. അടുത്ത ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ, ചില കാര്യങ്ങൾ കണക്കുകളൊക്കെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ സെർച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. അതിന് മുൻകൂട്ടി ചോദ്യങ്ങൾ കൊടുക്കണം. അതായത് 10 ദിവസം മുമ്പെങ്കിലും, മിനിമം 10 ദിവസം മുമ്പെങ്കിലും ചോദ്യങ്ങൾ മുൻകൂട്ടി നൽകണം. വാക്കാലുള്ള മറുപടിയാണ് നൽകുക. ഇനി 12 to 1 0 അവർ എന്നാ പറയാ, ശൂന്യവേളയാണ് പറയാ. 1962 മുതൽ പാർലമെന്റിൽ തുടരുന്ന ഒരു പതിവാണിത്. ഇന്ത്യക്കാർ കണ്ടെത്തിയതാണ് ശൂന്യവേള. അനൗദ്യോഗിക ചോദ്യങ്ങൾ ചോദിക്കാനും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുമുള്ള സമയമാണിത്. ഈ സമയത്താണ് പാർലമെന്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ 2 മണി മുതൽ 6 മണി വരെ എന്ത് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് ഈ ശൂന്യവേളയിലാണ്. അതായത് പാർലമെന്റിന്റെ ആ 2 to 6 എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് ശൂന്യവേളയിലാണ്. 1 to 2 ബ്രേക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത, പാർലമെന്റിൽ ഏത് ഭാഷ ഉപയോഗിക്കാം? ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് 1963 പ്രകാരം ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയല്ലാതെ 8ാമത്തെ ഷെഡ്യൂളിൽ കാണുന്ന 22 ഭാഷകൾ പാർലമെന്റിൽ ഉപയോഗിക്കാം. ഇതിനെ അനുവദിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കും. ആ സമയത്ത് സൈമൾട്ടേനിയസ്ലി തർജ്ജമ നൽകണമെന്ന് മാത്രമേ ഉള്ളൂ. ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് പ്രകാരം 1963 പ്രകാരം പാർലമെന്റിൽ നമുക്ക് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. പാർലമെന്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ശ്രദ്ധിക്കുക, കോളിംഗ് അറ്റൻഷൻ മോഷൻ, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. 1954 മുതൽ ആരംഭിച്ചതാണിത്. ഒരു ഇന്ത്യൻ പാർലമെന്റ് സമ്പ്രദായമാണ്, ഇന്ത്യയിലാണ് ആരംഭിച്ചത്. പ്രധാനപ്പെട്ട പൊതുപ്രശ്നത്തിൽ ഒരു മന്ത്രിയോട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മന്ത്രിയോട് അഭിപ്രായം ചോദിക്കുന്നു. ഇത് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 0 അവർ പോലെയല്ല, ഇത് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോളിംഗ് അറ്റൻഷൻ മോഷൻ, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം 1954 മുതൽ ആരംഭിച്ചതാണ്. ഒരു ഇന്ത്യൻ പാർലമെന്റ് സമ്പ്രദായമാണ്. പ്രധാനപ്പെട്ട പൊതുപ്രശ്നത്തിൽ ഒരു മന്ത്രിയോട് അഭിപ്രായം ചോദിക്കുന്നതാണ്. ഇത് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അടുത്ത് അഡ്ജേൺമെന്റ് മോഷൻ, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യൽ. ലോക്സഭയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രമേയമാണിത്. ലോക്സഭയിൽ മാത്രം അത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. സഭയുടെ തന്നെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഒരു പൊതുപ്രശ്നത്തിലെ സഭയുടെ തന്നെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ സഭ നിർത്തിവെച്ച് നിർബന്ധമായും ചർച്ച ചെയ്യണം. 2.5 മണിക്കൂർ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യണം. 50 അംഗങ്ങളുടെ പിന്തുണ വേണം. 50 അംഗങ്ങളുടെ പിന്തുണയോട് കൂടിയാണ് ഇത് അവതരിപ്പിക്കുക, അഡ്ജേൺമെന്റ് മോഷൻ അവതരിപ്പിക്കുക, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യൽ. ശ്രദ്ധിക്കുക, കോളിംഗ് അറ്റൻഷൻ മോഷൻ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കുക, ലോക്സഭ, രാജ്യസഭ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അഡ്ജേൺമെന്റ് മോഷൻ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. 2.5 മണിക്കൂർ ഇത് ചർച്ച ചെയ്യും. 50 അംഗങ്ങളുടെ പിന്തുണ വേണം അഡ്ജേൺമെന്റ് മോഷൻ അവതരിപ്പിക്കണമെങ്കിൽ. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ്, നോൺ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം.
ആർട്ടിക്കിൾ 75 മൂന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൾ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ. ലോക്സഭയോടാണ് ഇവർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ. ആര്? മന്ത്രിമാര്. ദേ സ്വിം ആൻഡ് സിങ്ക് ടുഗദർ. അവർ ഒരുമിച്ച് നീന്തുന്നു, ഒരുമിച്ച് മുങ്ങുന്നു. അപ്പൊ ഇതിനർത്ഥം ലോക്സഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം 5 വർഷം മന്ത്രിസഭയ്ക്ക് തുടരാം എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴാണോ പ്രധാനപ്പെട്ട കക്ഷികൾ, അതായത് ഇവരുടെ ഓപ്പോസിറ്റുള്ള കക്ഷികൾ, പ്രധാന പ്രതിപക്ഷ കക്ഷികൾ, ഇവർക്ക് തോന്നുകയാണ് ഇവർക്കൊരു കോൺഫിഡൻസ് അതിലില്ല, അതായത് 272 പേരുടെ ഭൂരിപക്ഷം ഇല്ല ലോക്സഭയിൽ, അതായത് പകുതി അത്ര ആളുകളുടെ ഭൂരിപക്ഷം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇത് അവതരിപ്പിക്കാം. എപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുവോ അപ്പോൾ പ്രതിപക്ഷത്തിന് ഈ പ്രമേയം അവതരിപ്പിക്കാം. 50 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ പ്രമേയം അവതരിപ്പിക്കാം. ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. അപ്പൊ 50 അംഗങ്ങൾ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50 അംഗങ്ങളാണ് ലോക്സഭയിൽ മാത്രം അവതരിപ്പിക്കാൻ പാടുള്ളൂ. ഇത് പാസ്സാവുകയാണെങ്കിൽ, ലോക്സഭയിൽ ഇത് പാസ്സാവുകയാണെങ്കിൽ മന്ത്രിസഭ രാജിവെക്കണം. അടുത്ത പോയിന്റ് ഓഫ് ഓർഡർ. പാർലമെന്റിലെ ഏത് അംഗത്തിനും പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാം. പാർലമെന്റ് ശരിയായ രീതിയിൽ പ്രൊസീജിയറിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ഇത് അവതരിപ്പിക്കാം. ഇത് അംഗീകരിക്കേണ്ടത് സ്പീക്കറാണ്. പാർലമെന്റിലെ ഏത് അംഗത്തിനും പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാം. പോയിന്റ് ഓഫ് ഓർഡർ മീൻസ് പാർലമെന്റ് ശരിയായ രീതിയിൽ, അതായത് അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കാം. അംഗീകരിക്കേണ്ടത് സ്പീക്കറാണ്. അടുത്ത ഈൽഡിംഗ് ദ ഫ്ലോർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈൽഡിംഗ് ദ ഫ്ലോർ. സ്പീക്കറിന് ഒരു അംഗത്തെ തടഞ്ഞ് മറ്റൊരംഗത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കാം. സ്പീക്കറിന് ഒരു അംഗത്തെ തടഞ്ഞ് മറ്റൊരംഗത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കാം. അയാളുടെ സമയം കൂടുതൽ എടുക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇനി നിങ്ങൾ നിർത്തിക്കോ എന്ന് പറയുന്നതിന് പേരാണ് എന്ത്? ഈൽഡിംഗ് ദ ഫ്ലോർ. അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇനി നമ്മൾ ബില്ലുകളെ കുറിച്ച് പറയാൻ പോകുന്ന ബില്ലുകൾ: ഒന്ന് ഓർഡിനറി ബില്ല്, രണ്ടാമത്തെ മണി ബില്ല്, മൂന്നാമത്തത് ഫിനാൻഷ്യൽ ബില്ല്, നാലാമത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല്. 4 ടൈപ്പ് ബില്ലാണുള്ളത്. നാലാമത്തെ നമ്മൾ ഇതിനു മുമ്പ് വിശദമായിട്ട് പറഞ്ഞാണ്. ഇപ്പൊ നാലാമത്തിനെ കുറിച്ച് നമ്മൾ ഇതിൽ പറയുന്നില്ല. ഓർഡിനറി ബില്ല് ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. 2 സഭകളിലും സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കണം. എന്നിട്ട് പ്രസിഡന്റ് ഒപ്പുവയ്ക്കും. അപ്പോൾ ഈ ബില്ല് ആക്റ്റായി മാറും. ഏതെങ്കിലും ഒരു സഭ പാസ്സാക്കിയില്ലെങ്കിൽ പ്രസിഡന്റിന് ആർട്ടിക്കിൾ 108, ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തതാണ്, ജോയിന്റ് സിറ്റിംഗ് ആർട്ടിക്കിൾ 108 പ്രകാരം സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാം. ഇനി ഇത് പാസ്സായി കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ പ്രസിഡന്റിന് വേണമെങ്കിൽ ഇത് ഒപ്പുവെക്കാതിരിക്കാം, അതേപോലെ തന്നെ തിരിച്ചയക്കാം. ഇതെല്ലാം ചെയ്യാം. അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ അനുമതി വാങ്ങേണ്ട ആവശ്യമില്ല, പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിന് ഓർഡിനറി ബില്ലിന് ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. 2 സഭകളിലും സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കണം. ഏതെങ്കിലും ഒരു സഭ പാസ്സാക്കിയില്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചുകൂട്ടുന്ന പ്രസിഡന്റ്. അതിൽ അധ്യക്ഷനായിരിക്കുന്നത് ലോക്സഭ സ്പീക്കർ ആയിരിക്കും, ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ, ഇല്ലെങ്കിൽ രാജ്യസഭ ഉപാധ്യക്ഷൻ. അധ്യക്ഷന് പറ്റില്ല, അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന അംഗങ്ങളിൽ ആരെങ്കിലും. ഇവരില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ലോക്സഭാ സ്പീക്കർ ഉണ്ടെങ്കിൽ ലോക്സഭാ സ്പീക്കർ തന്നെ ആയിരിക്കും. ഓരോരുത്തരും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രസിഡന്റ് അനുമതി വാങ്ങേണ്ട, അതുകൊണ്ട് ഇതിന് പ്രസിഡന്റിന് വീറ്റോ പവർ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഓർഡിനറി ബില്ല്. അടുത്ത, എങ്ങനെയാണ് ഓർഡിനറി ബില്ല് അവതരിപ്പിക്കുക? ആദ്യം ഫസ്റ്റ് റീഡിങ് സഭയിൽ ഒരു മന്ത്രിക്കോ ഒരു സാധാരണ എം പി അത് വായിക്കുന്നു. മന്ത്രി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ പബ്ലിക് ബില്ലെന്നും, സാധാരണ ഒരു മന്ത്രിസ്ഥാനമില്ലാത്ത എം പി അവതരിപ്പിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ബിൽ എന്നും പറയുന്നു. പബ്ലിക് ബില്ല് പാസ്സാകാൻ വളരെ എളുപ്പമാണ്, കാരണം മന്ത്രിയാണല്ലോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ഈ പ്രൈവറ്റ് ബില്ല് എന്ന് പറയുമ്പോൾ ഓപ്പോസിഷൻ പാർട്ടിയുടെ ആൾ അവതരിപ്പിക്കുക, അത് പാസ്സാകാൻ കുറച്ച് പ്രശ്നമാണ് പ്രതിപക്ഷത്തിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റീഡിങ് സഭയിൽ ഒരു മന്ത്രിയോ ഒരു സാധാരണ എം പിയോ അത് വായിക്കുന്നു. ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കുക. തലക്കെട്ടും ഉദ്ദേശവും മാത്രം ഫസ്റ്റ് റീഡിങ്ങിൽ വായിക്കുള്ളൂ. ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. മന്ത്രി അത് അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ ബില്ല് പബ്ലിക് ബില്ല് എന്നറിയപ്പെടുന്നു. ഇത് പാസ്സാവാനുള്ള സാധ്യത കൂടുതലാണ്. 7 ദിവസത്തെ നോട്ടീസ് പീരീഡ് ആണ് പബ്ലിക് ബില്ലിന് ഉള്ളത്. അതായത് 7 ദിവസം മുമ്പ് മന്ത്രി അറിയിച്ചിരിക്കണം. ഇനി പ്രൈവറ്റ് ബില്ലാണെങ്കിൽ പ്രതിപക്ഷത്തെ എം പി അവതരിപ്പിക്കുന്നു, ആയതിനാൽ പാസ്സാവാനുള്ള സാധ്യത കുറവാണ്. 1 മാസത്തെ നോട്ടീസ് പീരീഡ് ആണ് ഇതിനുള്ളത്. 1 മാസം മുമ്പ് അറിയിക്കണം പ്രൈവറ്റ് ബില്ല് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിൻ്റെ തലക്കെട്ട് വായിക്കും, അതേപോലെ തന്നെ അതിൻ്റെ ഉദ്ദേശങ്ങളും വായിക്കും, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. അടുത്ത
സെക്കൻഡ് റീഡിങ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജാണിത്. ഇവിടെ 3 ഘട്ടങ്ങളിലൂടെ ബില്ല് കടന്നു പോകുന്നു. 3 ഘട്ടങ്ങളിലൂടെയാണ് ബില്ല് കടന്നു പോവുക. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ജനറൽ ഡിസ്കഷൻ, ബില്ലിന്റെ കോപ്പി എല്ലാ അംഗങ്ങളിലും എത്തുന്നു. അതിന്റെ പൊതു തത്വങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ബില്ലിന്റെ കോപ്പികൾ എല്ലാ അംഗങ്ങളിലും എത്തുന്നു. അതിന്റെ പൊതു തത്വങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നു. രണ്ടാമത്തത് കമ്മിറ്റി സ്റ്റേജ്. ബില്ല് ചിലപ്പോൾ ഒരു കമ്മിറ്റിക്ക് കൊടുക്കും. അങ്ങനെ ആ കമ്മിറ്റി അത് പഠിക്കുകയാണ്. അവർ ആ റിപ്പോർട്ട് സഭയ്ക്ക് കൊടുക്കും. മൂന്നാമത്തെ കൺസിഡറേഷൻ സ്റ്റേജ്. ഓരോ നിർദ്ദേശവും വോട്ടിനിടുന്നു. എല്ലാം വെവ്വേറെ എന്ത് ചെയ്യണം? പാസ്സാക്കണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജാണ് വളരെ പ്രധാനപ്പെട്ടത്. 3 സ്റ്റേജിലൂടെ കടന്നു പോകും. ഒന്ന് ജനറൽ ഡിസ്കഷൻ, ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യും. രണ്ടാമത്തെ കമ്മിറ്റി സ്റ്റേജ്, ബില്ലൊരു കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നു. മൂന്നാമത്തെ കൺസിഡറേഷൻ സ്റ്റേജ്, ഓരോ നിർദ്ദേശവും വോട്ടിനിടുന്നു. എല്ലാം വെവ്വേറെ പാസ്സാക്കുന്നു. മൂന്നാമത്തെ തേർഡ് റീഡിങ്. ഇവിടെ എല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നു. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുന്നു, അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുന്നു. നാലാമത്തെ ബില്ല് അടുത്ത ഹൗസിലേക്ക് അയക്കുന്നു. ഈ ഹൗസിൽ മുകളിൽ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം നടത്തുന്നു. അഞ്ചാമത്തത് അസെന്റ് ഓഫ് ദ പ്രസിഡന്റിന്റെ അനുമതി വാങ്ങുന്നു. ബില്ല് എന്തായി മാറുന്നു? ആക്റ്റായി മാറുന്നു. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ്, അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് റീഡിംഗ് ആണ്. പിന്നീട് സെക്കൻഡ് റീഡിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ തേർഡ് റീഡിംഗ് ഉണ്ട്. ബില്ല് അടുത്ത ഹൗസിലേക്ക് അയക്കും. പിന്നീട് അവരും പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യും? ഒപ്പുവയ്ക്കും. അടുത്ത മണി ബില്ല്. ആർട്ടിക്കിൾ 110 മണി ബില്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. ഇത് ഗവൺമെന്റ് ബില്ല് എന്നറിയപ്പെടുന്നു. ഓർഡിനറി ബില്ല് ഏത് ഹൗസിലാണെങ്കിലും അവതരിപ്പിക്കുക. പക്ഷെ മണി ബില്ല് അങ്ങനെ പറ്റില്ല. ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്. മന്ത്രിമാരായിരിക്കും മണി ബില്ല് അവതരിപ്പിക്കുക. മണി ബില്ലുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തീരുമാനമെടുക്കുന്നത് ലോക്സഭ സ്പീക്കർ ആയിരിക്കും. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് അയക്കുന്നു. രാജ്യസഭയ്ക്ക് ഇത് റിജക്റ്റ് ചെയ്യാനോ അമെൻഡ് ചെയ്യാനോ അധികാരമില്ല. റെക്കമെൻഡേഷൻസ് നടത്താം. റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് തള്ളിക്കളയാനും പറ്റില്ല, അമെൻഡും ചെയ്യാൻ പറ്റില്ല. റെക്കമെൻഡേഷൻസ് നടത്താം. 14 ദിവസത്തിനുള്ളിൽ തിരിച്ചയക്കണം. അങ്ങനെ 14 ദിവസത്തിനുള്ളിൽ തിരിച്ചയച്ചില്ലെങ്കിൽ ബില്ല് പാസ്സാക്കിയതായി കണക്കാക്കും. ഇനി 14 ദിവസത്തിനുള്ളിൽ റെക്കമെൻഡേഷൻ ഇന്ന കാര്യങ്ങൾ മാറ്റുമോ എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് തിരിച്ചയച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ വേണമെങ്കിൽ ലോക്സഭയ്ക്ക് അത് അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. അംഗീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? ഒന്നുകൂടെ പാസ്സാക്കി എടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതിയോട് കൂടിയാണ് ഇത് പാസ്സാക്കുക. അതായത് ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ തേടിയിരിക്കും മണി ബില്ലിന്. ഓക്കെ, അപ്പൊ ഈ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ തേടിയത് കാരണം കൊണ്ട് പ്രസിഡന്റിന് ഒരിക്കലും തിരിച്ചയക്കാൻ പറ്റില്ല. അംഗീകരിക്കാം, അല്ലെങ്കിൽ തടഞ്ഞു വെക്കാം. അല്ലെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? തടഞ്ഞു വെക്കാം. ഇനി എന്താണ് മണി ബില്ല്? നികുതി ഏർപ്പെടുത്തുക, ഒഴിവാക്കുക, മാറ്റം വരുത്തുക, ഇതുമായി ബന്ധപ്പെട്ട ബില്ല് മണി ബില്ലാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ കടം വാങ്ങൽ റെഗുലേറ്റ് ചെയ്യുക, ഇത് മണി ബില്ലാണ്. കൺസോളിഡേറ്റഡ് ഫണ്ടുമായി അല്ലെങ്കിൽ ബാക്കിയുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട കൺസോളിഡേറ്റഡ് ഫണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്താണ്? മണി ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് മണി ബില്ല് അല്ലാത്തത്? ഫൈന്, പെനാൾട്ടി, ഇവയുമായി ബന്ധപ്പെട്ട പണം, ഫീസ്, ലോക്കൽ അതോറിറ്റി ഏർപ്പെടുത്തുന്ന നികുതിയുമായി ബന്ധപ്പെട്ടത്, ഇതൊന്നും എന്തല്ല? മണി ബില്ലല്ല. അപ്പോൾ ആദ്യം പറഞ്ഞ 3 കാര്യമാണെങ്കിൽ അത് മണി ബില്ലുമായി ബന്ധപ്പെട്ടതും പിന്നീട് പറഞ്ഞ 3 കാര്യം മണി ബില്ലുമായി ബന്ധപ്പെടാത്തതുമാണ്. അടുത്ത ഫിനാൻസ് ബില്ല്. എന്താണ് ഫിനാൻസ് ബില്ല്? ഫിനാൻസ് ബില്ലിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മണി ബില്ല്, ഫിനാൻസ് ബില്ല് 1, ഫിനാൻസ് ബില്ല് 2. മണി ബില്ല് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ എല്ലാ മണി ബില്ലും ഫിനാൻസ് ബില്ലാണ്, എല്ലാ ഫിനാൻസ് ബില്ലും മണി ബില്ലല്ല. ഫിനാൻസ് ബില്ല് 1 എന്താണ്? ആർട്ടിക്കിൾ 117 1-ലാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ ബോറോയിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് മണി ബില്ലുമായി താഴെ പറയുന്ന കാര്യങ്ങളിൽ സാമ്യപ്പെട്ടിരിക്കുന്നു. ഈ ഫിനാൻസ് ബില്ല് 1 ഗവൺമെന്റിന്റെ ബോറോയിങ് വാങ്ങലുമായി ബന്ധപ്പെട്ടാണ്, കടം വാങ്ങലുമായി ബന്ധപ്പെട്ടാണ്. ഇത് ലോക്സഭയിൽ തന്നെ ആദ്യം അവതരിപ്പിക്കണം. മണി ബില്ലും അങ്ങനെ തന്നെയായിരുന്നു. പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സമ്മതം വാങ്ങണം. മണി ബില്ലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ മണി ബില്ലുമായിട്ട് ഇതിനുള്ള വ്യത്യാസം, ഇതിന്റെ പ്രൊസീജിയറിൽ രാജ്യസഭയ്ക്ക് ബില്ലിൽ അധികാരം ഉണ്ടായിരിക്കും. രാജ്യസഭയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, റെക്കമെൻഡേഷൻ മാത്രം മണി ബില്ല് അധികാരമുള്ള. ഇവിടെ അങ്ങനെയല്ല, രാജ്യസഭയ്ക്ക് കംപ്ലീറ്റ് അധികാരം ഉണ്ടായിരിക്കും. ജോയിന്റ് സിറ്റിംഗ് ഉണ്ട്. മണി ബില്ലിന് ജോയിന്റ് സിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ഫിനാൻസ് ബില്ല് 1-ന് എന്തുണ്ട്? ജോയിന്റ് സിറ്റിംഗ് ഉണ്ട്. അടുത്ത ഫിനാൻസ് ബില്ല് 2 കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സാധാരണ ബില്ല്. നേരത്തെ ഓർഡിനറി ബില്ല് നമ്മൾ പറഞ്ഞല്ലോ, ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കുക. അതേപോലെ തന്നെ ഇതിൽ ജോയിന്റ് സിറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ വാങ്ങേണ്ട. സാധാരണ ബില്ലിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതൊരു സാധാരണ ബില്ല് പോലെ തന്നെയാണ്, ഓർഡിനറി ബില്ല് പോലെ തന്നെയാണ്. ഫിനാൻസ് ബില്ല് 1 എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ബോറോയിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിനാൻസ് ബില്ല് 2 എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോറോയിങ്ങും എക്സ്പെൻഡിച്ചറും.
അടുത്ത ജോയിന്റ് സിറ്റിംഗ്. 3 തവണ മാത്രമേ ഇന്ത്യയിൽ ജോയിന്റ് സിറ്റിംഗ് നടത്തിയിട്ടുള്ളൂ. ഡൗറി പ്രൊഹിബിഷൻ ബില്ല് 1960 61-ലാണ് ഇത് ആക്റ്റായി വന്നത്. ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ല് 1977. പോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ബില്ല് 2002. ഏതെങ്കിലും ഒരു സഭ ബില്ല് പാസ്സാക്കിയില്ലെങ്കിൽ പ്രസിഡന്റ് ഇത് വിളിച്ചു കൂട്ടാണ് സാധാരണ ഭൂരിപക്ഷത്തിലാണ് പാസ്സാക്കുക. സിമ്പിൾ മെജോറിറ്റി മാർക്ക് ചെയ്യുക. ഇതിന്റെ കോറം 1/10 സംയുക്ത സമ്മേളനം ലോക്സഭയ്ക്ക് ഗുണകരമാണ്. നോക്കുക, ലോക്സഭയിൽ അംഗസംഖ്യ കൂടുതലാണ് 543, രാജ്യസഭയിൽ 245, രണ്ടും കൂടി കൂട്ടി പറഞ്ഞാൽ 788, ഇതിന്റെ പകുതി 394. അപ്പൊ ലോക്സഭ അംഗീകരിച്ചാൽ തന്നെ എന്ത് പാസ്സാവും? ഈ ജോയിന്റ് സിറ്റിംഗിൽ ഈ ബില്ലുകൾ പാസ്സാവും. ഓക്കെ, ജോയിന്റ് സിറ്റിംഗ് ആർട്ടിക്കിൾ 108 കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയ. സിമ്പിൾ മെജോറിറ്റിയിലാണ് പാസ്സാക്കേണ്ടത്. അടുത്ത ബജറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബജറ്റ് എന്നൊരു വാക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു വാക്കില്ല. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ നമ്മുടെ രാജ്യത്ത് പ്രതീക്ഷിക്കുന്ന വരവ് ചെലവ് കണക്കാണ് ബജറ്റ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ നമ്മുടെ രാജ്യത്ത് പ്രതീക്ഷിക്കാവുന്ന വരവ് ചെലവ് കണക്കാണ് ബജറ്റ്. സാധാരണ ഫെബ്രുവരി മാസത്തിൽ അവതരിപ്പിക്കുന്നു. സാധാരണ ധനകാര്യമന്ത്രിയായിരിക്കും അവതരിപ്പിക്കുക. 1921 അക്വർത്ത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റും വെവ്വേറെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ സെപ്റ്റംബർ 21, 2016 സെപ്റ്റംബർ 21 മോദി ഗവൺമെന്റ് രണ്ടും ഒന്നാക്കാൻ തീരുമാനിച്ചു. 2017 ഇവ രണ്ടും ഒന്നാക്കി വീണ്ടും എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. പ്രസിഡന്റ് ആണ് എല്ലാ സാമ്പത്തിക വർഷത്തിന് മുന്നിലും ബജറ്റ് ടേബിളിൽ വെക്കേണ്ടത്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഇതിൽ നിന്നും ചാർജ് ചെയ്ത ചെലവ് ചർച്ച ചെയ്യാൻ പാടില്ല. ഓക്കെ, ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ചർച്ച ചെയ്യരുത് എന്നാണ് പറയുക. അതായത് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ മീൻസ് പ്രസിഡന്റ്, സുപ്രീം കോടതി ജഡ്ജിമാർ, CAG, UPSC ചെയർമാൻ അല്ലെങ്കിൽ UPSC അംഗങ്ങൾ, ഇവരുടെയൊക്കെ ശമ്പളം. അപ്പോൾ ഇത് ചർച്ച ചെയ്തെന്ന് പറഞ്ഞു വെച്ചാൽ സ്വാഭാവികമായിട്ടും അതിൽ വലിയൊരു പ്രശ്നം വരും. കാരണം ഇവരെ നിയന്ത്രിക്കുന്ന പോലെ വരും. ഇത് മാർച്ച് റഷ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ ഏപ്രിലാണല്ലോ സാമ്പത്തിക വർഷം തുടങ്ങുക. അപ്പോൾ ബജറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2022 ബജറ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ 2022 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് വരെയുള്ള എല്ലാ വരവുകളും ചെലവുകളും എത്രയെന്ന് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ വർഷത്തിൽ നമുക്ക് എത്ര കിട്ടും, ഈ സാമ്പത്തിക വർഷത്തിൽ എത്ര രൂപ നമുക്ക് കിട്ടും, എത്ര രൂപ ചെലവാക്കും. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പൈസ നഷ്ടപ്പെടുക മാർച്ച് മാസത്തിലാണ്. അതിന് ഫണ്ട് ലാപ്സ് ആവുക എന്ന് പറയും. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഗവൺമെന്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തും. കാരണം ഫണ്ട് കമ്മിറ്റികൾ പെട്ടെന്ന് നടത്തും. അതിന് പറയുന്ന പേര് മാർച്ച് റഷ് എന്നാണ്. റോഡുകൾ നിർമ്മിക്കുക, അങ്ങനെ പാലങ്ങൾ നിർമ്മിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിന് പറയുന്ന പേര് മാർച്ച് റഷ് എന്നാണ്. അടുത്ത എന്താണ് ബജറ്റിന്റെ സ്റ്റേജ്? ഒന്നാമത്തെ പ്രസന്റേഷൻ. ധനകാര്യമന്ത്രി ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുന്നു. ഇരു സഭകളിലും ഈ പ്രസംഗം നൽകും. ഓക്കെ, അതായത് ധനകാര്യമന്ത്രി ലോക്സഭയിൽ പ്രസംഗിക്കും, വേറെ സഭയിൽ അടുത്ത സഭയിൽ ഈ പ്രസംഗം നൽകും. മൂന്നാമത്തെ ജനറൽ ഡിസ്കഷൻ. സാധാരണ 3-4 ദിവസം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കമ്മിറ്റികൾക്ക് അയച്ചു കൊടുക്കും. കമ്മിറ്റികളെ സ്ക്രൂട്ടനൈസ് ചെയ്യും ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. നാലാമത്തത് വോട്ടിംഗ് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്. ഓരോ മന്ത്രിമാരുടെ വകുപ്പിനും ഇത് അയച്ചു കൊടുക്കുകയാണ്, വോട്ടിംഗ് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കും. ഈ ബില്ല് പാസ്സായാൽ മാത്രമാണ് പൈസ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സായാൽ മാത്രമാണ് പൈസ എടുക്കാൻ പറ്റുള്ളൂ. പൈസ എടുക്കണമെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്രോപ്രിയേറ്റ് ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പാസ്സായാൽ മാത്രം പൈസ എടുക്കാൻ പറ്റുള്ളൂ. ബജറ്റ് പാസ്സായി വരാൻ 2 മാസം എടുക്കും. അതായത് മെയ് മാസത്തിലാണ് ബജറ്റ് പാസ്സാവുള്ളൂ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട്. അപ്പൊ ഈ ഫസ്റ്റത്തെ 2 മാസം ഏപ്രിൽ മെയ്ന്റെ പൈസ നേരത്തെ എടുക്കണമല്ലോ. അതായത് ഈ മാസത്തിലെ വരവ് ചെലവാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വർഷത്തിലെ വരവ് ചെലവാണ് പറയാൻ പോകുന്നത്. 2022 ഫെബ്രുവരിയിൽ ബജറ്റ് അവതരിപ്പിച്ച 2022 മെയ് മാസത്തിൽ അത് പാസ്സായി വരുള്ളൂ. അപ്പോഴേക്കും ആ 2 മാസം ഗവൺമെന്റ് മിഷണറീസ് പ്രവർത്തിക്കണം. അതിന് വേണ്ട പൈസയൊക്കെ വേണ്ടേ? അതായത് 1/6 പൈസ, 2 മാസത്തിന്റെ പൈസ, 2/12 പൈസ എന്ന് പറയുമ്പോൾ 1/6 പൈസ. അപ്പൊ ഈ ബജറ്റിന് അവതരിപ്പിച്ചതിന്റെ 1/6 എസ്റ്റിമേറ്റ് എമൗണ്ട്, പാസ്സാക്കിയ തുക, ടോട്ടൽ എസ്റ്റിമേഷന്റെ 1/6 അപ്പോൾ തന്നെ പാസ്സാക്കി എടുക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് വോട്ട് ഓൺ അക്കൗണ്ട്. വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബജറ്റിന്റെ 1/6 തുക ഫസ്റ്റത്തെ 2 മാസത്തിന് ബജറ്റ് പാസ്സാകുന്നതിന് മുമ്പ് തന്നെ പാസ്സാക്കി എടുക്കുന്നതിനാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുക. ആറാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാസിംഗ് ഫിനാൻസ് ബില്ല്. അതോടുകൂടി ബജറ്റ് കഴിഞ്ഞു. ഓക്കെ, അടുത്ത് ഫണ്ടുകൾ. എത്ര ടൈപ്പ് ഫണ്ട് ഉണ്ട്? കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ, കണ്ടിജൻസി ഫണ്ട്.
കൺസോളിഡേറ്റഡ് ഫണ്ട് ആർട്ടിക്കിൾ 266, പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയും ആർട്ടിക്കിൾ 266, കണ്ടിൻജൻസി ഫണ്ട് ആർട്ടിക്കിൾ 267. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ നികുതികളും പോകുന്ന ഫണ്ടാണ്, ഏറ്റവും വലിയ ഫണ്ടാണ്. നമ്മൾ വെളിയിൽ നിന്ന് ലോണൊക്കെ എടുക്കില്ല, എല്ലാം ഇതിലേക്കാണ് പോവുക. നമ്മൾ എടുക്കുന്ന ടാക്സുകളെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് പോവുക. നമ്മൾ ഖജനാവ് എന്നൊക്കെ പറയുന്ന സംഭവം. ഓക്കെ, അടുത്ത പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ PF ഡെപ്പോസിറ്റ്, ജുഡീഷ്യൽ ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, ഇവയെല്ലാം ഏതിലാണ്? പബ്ലിക് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലാണ് പറയുക. അടുത്ത കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ആണ് ഇതിൽ തീരുമാനിക്കുക. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റിന്റെ ബിഹാഫിൽ ഫിനാൻസ് സെക്രട്ടറിയാണ് ഇതിൽ തീരുമാനം ഏൽക്കുക. 2021 വരെ ഇത് 500 കോടി രൂപയായിരുന്നു. 2021 ഇതിന്റെ തുക ഉയർത്തിയിട്ട് 30,000 കോടി രൂപയാക്കി. 30,000 കോടി രൂപയ്ക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ, അപ്പോൾ അല്ലാതെ പ്രളയം അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ പ്രസിഡന്റ് അവിടെ പോയി സഹായിക്കുകയാണ്, അവിടെ പൈസ കൊടുക്കുകയാണ്. എന്തെങ്കിലും അപകടം വരുമ്പോൾ ഇതിൽ നിന്നും പൈസ എടുക്കുന്നു. എടുക്കുന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? ഇത് നിറയ്ക്കണം. ഇതെപ്പോഴും ഫില്ലായിരിക്കണം. അപ്പോൾ 3 ടൈപ്പ് ഫണ്ടാണ്: കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ, കണ്ടിൻജൻസി ഫണ്ട്.